السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. അള്ളാഹു നമ്മെ അവരെയും അവർ ഇഷ്ടപ്പെടുന്ന അടിയാറുകളിൽ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം വ്യത്യസ്ത തലത്തിലുള്ള പരീക്ഷകളെ അഭിമുഖീകരിക്കാനുള്ള സന്ദർഭമാണ്. മദ്രസകളിൽ പൊതുപരീക്ഷകൾ നടക്കാനിരിക്കുന്നു. മറ്റ് വാർഷിക പരീക്ഷകളും ഈ റമദാനിൻ്റെ മുന്നോടിയായി നടക്കുകയും നമ്മുടെ വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുക്കുകയും ക്ലാസ് മാറ്റം സംഭവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സീസണാണ്. ശരീഅത്ത് കോളേജുകൾ, ദഅവ കോളേജുകളൊക്കെ റമദാനിൻ്റെ മുന്നോടിയായി പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രീതിയിലും പരീക്ഷക്കാലം തന്നെയാണ്. SSLC, +1, +2 മറ്റ് ക്ലാസ്സുകളിലുള്ള പരീക്ഷകളെല്ലാം നടക്കാനിരിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് പഠനം നടത്തേണ്ടതും എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടതും എന്ന് രക്ഷിതാക്കളാകുന്ന നമ്മളും അറിഞ്ഞിരിക്കണം. പരീക്ഷയെയും പഠനത്തെയും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും അക്കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സംഘാടക സമിതി ഈ രീതിയിലുള്ളൊരു വിഷയം തയ്യാറാക്കുന്നതും അത് നമ്മൾ ശ്രദ്ധാപൂർവം പഠിക്കേണ്ടതും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. മനുഷ്യനെ എല്ലാ വിജ്ഞാനവും പഠിപ്പിച്ചു കൊടുത്തത് അടിസ്ഥാനപരമായി പഠിച്ച റബ്ബാണ്. പരിശുദ്ധ ഖുർആനിൽ ആദം നബിയുടെ സൃഷ്ടിപ്പിനെ തുടർന്ന് മനുഷ്യൻ്റെ ശ്രേഷ്ഠത മറ്റ് ഇതര ജീവിവർഗങ്ങളെക്കാളും മാലാഖമാരെക്കാളും ഉയർത്തിപ്പിച്ച് അള്ളാഹു കാണിക്കുന്നത് വിജ്ഞാനം കൊണ്ടാണ്. ഖുർആനിൽ പലയിടങ്ങളിൽ ആ കാര്യം പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയുടെ 31-ാമത്തെ വാക്യത്തിൽ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, എല്ലാവിധ വിജ്ഞാനങ്ങളും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് മലക്കുകൾക്ക് മുമ്പിൽ ആദം നബിയുടെ ശ്രേഷ്ഠത വെളിപ്പെടുത്താൻ അള്ളാഹു ഈ വിജ്ഞാനത്തെ തന്നെ ഉപയോഗപ്പെടുത്തുന്നു. പല കാര്യങ്ങളും മലക്കുകളോട് അള്ളാഹു ചോദിക്കുമ്പോൾ സുബ്ഹാനക മാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചു തന്നതല്ലാതെ ഞങ്ങൾക്ക് വിജ്ഞാനമില്ലെന്ന് അവർ തുറന്നു പറയുന്നു. അതെല്ലാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് വിശദീകരിച്ചു കൊടുക്കും. അങ്ങനെ വിജ്ഞാനം കൊണ്ടാണ് മനുഷ്യൻ്റെ ഉദ്ഭവകാലത്ത് തന്നെ മനുഷ്യനെ അള്ളാഹു ശ്രേഷ്ഠരാക്കുന്നത്. ആവശ്യമുള്ള വിജ്ഞാനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമാണ്. കാരണം ഏതൊരു ചെറിയ കാര്യത്തിനും അതിൻ്റെതായ വിജ്ഞാനം ആവശ്യമാണ്. അത് പരീക്ഷ എഴുതുക എന്നുള്ളതിനപ്പുറം നമ്മുടെ ജീവിതത്തിലെ ഏത് ചെറിയ സംഗതിയും അത് സംബന്ധമായ വിഷയം ഏറ്റവും ആവശ്യമാണ്. അത് സംബന്ധമായ വിവരം നമ്മൾ നേടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിരന്തരമായി പഠനത്തെ മതം പ്രോത്സാഹിപ്പിക്കുന്നത്. അത് ഭൗതിക വിഷയങ്ങളാവട്ടെ ആത്മീയ വിഷയങ്ങളാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൈനയിൽ പോയെങ്കിലും വിദ്യ അഭ്യസിക്കാൻ പറയുന്ന ഒരു ഹദീസ് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ. റസൂലുള്ളാഹി മദീനയിൽ വിജ്ഞാനത്തിൻ്റെ മഹാവിപ്ലവം തീർക്കുമ്പോഴാണത്. ദീനി വിജ്ഞാനത്തിന് മദീനയെക്കാളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ അധ്യാപനത്തെക്കാളും മറ്റൊരു മാർഗവും സ്രോതസ്സുമില്ലാത്ത കാലത്ത് ദീനി വിജ്ഞാനം പഠിക്കാൻ മദീനത്തു ഷരീഫിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ക്ലാസ്സിനേക്കാൾ ഒരുവിധ സാധ്യതയും വന്ന് നിലവിലില്ലാത്ത കാലത്ത് ഉത്ലുബുൽ ഇൽമ വലൗ ബിസീൻ, ചൈനയിൽ പോയെങ്കിലും നിങ്ങൾ ഇൽമു പഠിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പം അന്നത്തെ ചൈനയിലെ വിദ്യാഭ്യാസം എന്തായിരിക്കും? സാങ്കേതിക രംഗത്തുള്ള മികവ് തന്നെ. അവരന്നും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ സാങ്കേതിക വിജ്ഞാനം നിങ്ങൾ പഠിക്കണം എന്നത് ഈ ഒരു വചനത്തിലൂടെ കൃത്യമായി ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നെ പലവിധ പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയ വ്യത്യസ്തങ്ങളായ വിജ്ഞാനങ്ങളെക്കുറിച്ച് ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇരുമ്പുമായി ബന്ധപ്പെട്ട്, പിന്നെ മറ്റ് കൃഷിയുമായി ബന്ധപ്പെട്ട്, മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒക്കെ പ്രവാചകന്മാർ മുന്നിൽ നിന്ന് സമൂഹത്തെ നയിച്ചത് നമുക്ക് കാണാനാവും. അടിസ്ഥാനപരമായ ഇൽമ് അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ടാണ് പല പ്രവാചകന്മാരെയും കുറിച്ച് അള്ളാഹു അത് പഠിപ്പിച്ചു ഇത് പഠിപ്പിച്ചു എന്നൊക്കെ ഖുർആനുള്ളത്. ആൽ ഇംറാന്റെ 48-ാമത്തെ വാക്യത്തിൽ ഈസാ നബിയെ കുറിച്ച് പറയുമ്പോൾ
വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വത്തൗറാത്ത വൽ ഇൻജീൽ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കിതാബ് പഠിപ്പിക്കുന്നു, വേദം. വൽ ഹിക്മ, ഹിക്മത്ത് പറഞ്ഞാൽ പഴയകാലത്ത് സയൻസ് എന്നാണ് അർത്ഥം. ഹക്കീം എന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റ്. ശാസ്ത്ര സംബന്ധിയായ, പ്രത്യേകിച്ച് ആരോഗ്യശാസ്ത്ര സംബന്ധിയായ കിതാബുകളുടെയൊക്കെ പേര് അന്ന് ഹിക്മത്തുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഉദാഹരണമായിട്ട് ഇമാം സുയൂത്തി തങ്ങളുടെ അർ-റഹ്മ ഫി തിബ്ബി വൽ ഹിക്മ, അർ-റഹ്മ ഫി തിബ്ബി വൽ ഹിക്മ കണ്ടോ, അത് ആരോഗ്യശാസ്ത്രത്തിലുള്ളൊരു കിതാബ്, ഒരു മെഡിക്കൽ പുസ്തകമാണ്. അതിന് പേരിടുന്ന എന്താണ്? അർ-റഹ്മ ഫി തിബ്ബി വൽ ഹിക്മ. വൈദ്യശാസ്ത്രത്തിലും ശാസ്ത്രത്തിലുമുള്ള അള്ളാഹുവിന്റെ കാരുണ്യങ്ങളെ കുറിച്ച് പറയുന്ന കിതാബ് എന്ന്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വ്യാപകമായി കിട്ടുന്ന കസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് പച്ചക്കറി കടയിൽ. അത് ജർജിയിലില്ലാതെ തിന്നരുത് എന്ന് ആ കിതാബിലുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്നുള്ളൂ. ഗൾഫിലൊക്കെ സാധാരണയായിട്ട് അറബികളും മറ്റും ഉപയോഗിക്കുന്ന നല്ല ആരോഗ്യദായകമായ ഒരു ലീഫാണ് ഈ ജർജിയിൽ. അതിന് കുറേ ഗുണങ്ങളുണ്ട്, കസിനും കാണും. പക്ഷെ കസ് കഴിക്കുകയാണെങ്കിൽ അത് സ്വന്തമാവരുത്, ജർജീറോട് കൂടെ ആവണം എന്ന കിതാബ് കാണാം. ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി വരുന്നൊരു സാധനമാണ്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹിക്മത്ത് പഠിപ്പിച്ചു. മറ്റു പ്രവാചകന്മാർക്കും അള്ളാഹു ഹിക്മത്ത് പഠിപ്പിച്ചു. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ദുആ ചെയ്യുന്ന ഇബ്രാഹിം നബിയുടെ പ്രത്യേകമായ ആ ഒരു വാക്കുകൾ പ്രസക്തമാണ്. കഅബ നിർമ്മാണമൊക്കെ കഴിഞ്ഞിട്ട് മഹാനുഭാവൻ അത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് വളരെ വിനയത്തോടുകൂടെ പ്രാർത്ഥിച്ചിട്ട് അൽ-ബഖറ സൂറത്തിന്റെ 129 വാക്യത്തിൽ റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, അള്ളാഹുവേ ഈ സമൂഹത്തിൽ നിന്ന് നീ ഒരു പ്രവാചകനെ നിയോഗിക്കണം. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അദ്ദേഹം നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം, ഓതി കൊടുക്കണം. അതോടൊപ്പം ഹിക്മത്തും വിജ്ഞാനവും പഠിപ്പിക്കുകയും വേണം. അന്ന് മനുഷ്യന് ആവശ്യമായ എല്ലാ വിജ്ഞാനവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതിൻ്റെ ഉൾസാരങ്ങളിലേക്ക് പോയാൽ ആധുനികമായ എല്ലാ വിജ്ഞാനവും അതിൽ നിന്ന് നമുക്ക് ലഭ്യവുമാണ്. അവകാശവാദമല്ല. പലരും അടിച്ചു തോൽപ്പിക്കാൻ വേണ്ടി, ശരിക്കും നമ്മുടെ നാട്ടിലൊരു നാടൻ പ്രയോഗമുണ്ട്, അതാണ് പറയേണ്ടത്. പക്ഷെ അത്രമേൽ ഒരു മാന്യമല്ലാത്തത് കൊണ്ടും സഭ്യമല്ലാത്തത് കൊണ്ടും ഞാനത് പറയണില്ല. നേരിട്ട് മുട്ടി തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് അവിധം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അമാന്യമായ പലതും പറഞ്ഞുണ്ടാക്കിയിട്ടാണ് പലരും നേരിടുന്നത്. എന്തുകൊണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നബിനെ ഒതുക്കാൻ ശ്രമിക്കേണ്ടി വരുന്നത്? അവരെല്ലാവരും മുന്നിൽ വെക്കുന്ന ഏതേത് ആദർശമുണ്ടോ അതിനെയൊക്കെ അതിജയിക്കും വിധമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പാഠങ്ങൾ. അതുകൊണ്ടാ, അല്ലാതെ അവരെക്കാൾ താഴെക്കടയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആദർശത്തേക്കാൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ആദർശത്തിന്, അവിടുന്ന് പഠിപ്പിച്ച വിജ്ഞാനത്തിന് പ്രസക്തി ഇല്ലെങ്കിൽ പിറകെ കൂടേണ്ട കാര്യമൊന്നുമില്ല. അത് സ്വയം നശിക്കും. 1600 കൊല്ലം ഒരു സമൂഹത്തിന്റെ ഉത്ഥാന പതനങ്ങളെ നിയന്ത്രിച്ച് അത് മുന്നോട്ട് വരില്ല, അത് തീർന്നു. അതുകൊണ്ടാണ് എല്ലാവരും ചേർന്നിട്ട് അങ്ങനെ സഭ്യമല്ലാത്ത രീതിയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപഹസിച്ചുകൊണ്ടിരിക്കുന്നത്. വിമർശിക്കല്ല കേട്ടോ, അതും ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. പലയിടങ്ങളിലായിട്ട് ഖുർആൻ മനുഷ്യനെ ഇൽമ പഠിപ്പിക്കുന്നതിനെ കുറിച്ച്, അള്ളാഹു പഠിപ്പിക്കുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. സൂറത്തു അർ-റഹ്മാന്റെ ആരംഭം തന്നെ നമുക്കറിയാം. അർ-റഹ്മാൻ, കരുണാവാരിധിയാവുന്ന റബ്ബ്. ആരാണവൻ? അല്ലമൽ ഖുർആൻ, സർവവിജ്ഞാനങ്ങളുടെയും അക്ഷയഖനിയാകുന്ന ഖുർആൻ അവൻ പഠിപ്പിച്ചിരിക്കുന്നു. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ അള്ളാഹു പടച്ചു. എന്നിട്ടോ അല്ലമഹുൽ ബയാൻ, മനുഷ്യന് ഭാഷ പഠിപ്പിച്ചു കൊടുത്തു. കൃത്യമായൊരു ഭാഷ പഠിഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പുരോഗതി മൊത്തം സാധ്യമായത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടത്, നമ്മുടെ ഉള്ളിലുള്ളൊരു വിജ്ഞാനം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയത്. ഭാഷയില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഭാഷാ നിരോധനം എന്ന് പറഞ്ഞിട്ടൊരു കവിത പണ്ടിറങ്ങിയത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, റഹീം പൊന്നാടിൻ്റെ. 500, 1000 നിരോധിച്ച കാലത്ത് എങ്ങനെയാണ് നിരോധനം കൊണ്ട് ഒരു സമൂഹം തോറ്റുപോകുന്നത് എന്ന് മനോഹരമായി വർണ്ണിക്കുന്നൊരു കവിത. ഭാഷ നിരോധനം നടത്തി, അല്ലെങ്കിൽ തീരെ ഭാഷ ഇല്ലാതെയായി. നമ്മുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെത്ര തോറ്റു. നമ്മുടെ ഉള്ളിലൊരാശയുണ്ട്, എങ്ങനെ മനുഷ്യനത് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. ഒരു മനുഷ്യന് നമ്മുടെ വിജ്ഞാനം നൽകണമെങ്കിൽ, ഇഫാദത്തും ഇസ്തിഫാദത്തും സംഭവിക്കണമെങ്കിൽ ഭാഷ വേണം.
അതുകൊണ്ടാണ് എല്ലാ വിജ്ഞാനത്തിൻ്റെയും പ്രസരണത്തിൻ്റെ അടിസ്ഥാന ഭാഗമാകുന്ന ഭാഷയെക്കുറിച്ചും ഭാഷാ പഠനത്തെക്കുറിച്ചും അള്ളാഹു സൂറത്തുർ റഹ്മാനിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുന്നത്. ഇനി ഖുർആന്റെ അവതരണത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഇഖ്റ എന്നും പറഞ്ഞിട്ടാണ് ഖുർആൻ അവതരിക്കുന്നത്. ബൈബിളിൽ കാണാം, നിരക്ഷരനാകുന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ ഗ്രന്ഥം നൽകും, വായിക്കൂ എന്ന് പറയും. അദ്ദേഹം പറയും എനിക്ക് വായിക്കാൻ അറിയില്ല. നിരക്ഷരനാകുന്ന റസൂലിന്റെ മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് ആദ്യമായി പറയുന്നത് ഇഖ്റ എന്നാണ്, വായിക്കുക എന്ന്. നുബുവത്തിന്റെ 15-ാം വർഷത്തിലാണ് നോമ്പ് നിർബന്ധമാകുന്നത്. ഇതേ വരുന്ന അടുത്ത മാസം നോമ്പ്. അള്ളാഹു നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നുബുവത്തിന്റെ 15-ാം വർഷത്തിലാണ് നോമ്പ് നിർബന്ധമാകുന്നത്. വായിക്കാൻ പറയണതോ നുബുവത്തിന്റെ ആരംഭം വായനയെ പറഞ്ഞിട്ടാണ്. നുബുവത്തിന്റെ സമാരംഭം, നുബുവത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് വായന പറഞ്ഞിട്ടാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 13 വർഷം മക്കത്ത് ജീവിക്കുന്നു. പിന്നെ മദീനയിലേക്ക് എത്തുന്നു. നുബുവത്തിന്റെ 13-ാം വർഷത്തിൽ അവിടുന്ന് ഹിജ്റ പോകുന്നു. 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് നുബുവത്തിന്റെ 15-ാം വർഷത്തിലാണ് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം എന്ന് പറയുന്ന സൂറത്തുൽ ബഖറയുടെ 183-ാമത്തെ വാക്യത്തിലൂടെ നോമ്പ് നിർബന്ധമാകുന്നത്. അപ്പൊ ഈ വായനയുടെ പ്രസക്തി നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. കുറേ വയസ്സായില്ലേ, ഇനിയെന്ത് വായിക്കുന്നു എന്ന രീതിയിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. വായിക്കുന്നതനുസരിച്ച് നമ്മുടെ ബുദ്ധി, നമ്മുടെ തലച്ചോറൊക്കെ വികസിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ പുറമെ നമ്മുടെ അബദ്ധങ്ങൾ തിരുത്തിക്കൊണ്ടേയിരിക്കും. നിസ്കാരത്തിലൊക്കെ വരുന്ന അഭാഗങ്ങൾ, അത് സംബന്ധമായ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കണം. ഇനി ഹജ്ജിൻ്റെ മാസങ്ങൾ വരാൻ പോവുകയാണ്. അതിൻ്റെ തയ്യാറെടുപ്പിലേക്കാണ് സമൂഹം ഇനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹജ്ജ് സംബന്ധമായി ഏറ്റവും നല്ല പഠനം നടക്കണമെന്നാണ് ഹജ്ജിൻ്റെ ഒന്നാമത്തെ ഒരു ആവശ്യമായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ വായന, പഠനം എന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് വിദ്യാർത്ഥികൾക്ക് പോലും അതിലൊന്നും വലിയ താല്പര്യമില്ല. ഒരു ഗ്രന്ഥകർത്താവ് അദ്ദേഹത്തിന്റെ പുസ്തകം, കിതാബ് തയ്യാറാക്കാൻ എത്ര വർഷത്തെ അധ്വാനം എടുക്കുന്നുണ്ടാവും? നല്ലൊരു വൈജ്ഞാനിക ഗ്രന്ഥമൊക്കെയാണ്. ആ പുസ്തകത്തിലെ വിവരം മൊത്തം അദ്ദേഹം ചിലപ്പോൾ 4 വർഷമോ 5 വർഷമോ എടുത്ത് നിർമ്മിച്ച ആ പുസ്തകത്തിലെ വിവരം മൊത്തം അത് വായിക്കാനെടുക്കുന്ന ആ സമയം കൊണ്ട് മാത്രം നമുക്ക് ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റുകയാണ്. ആലോചിച്ച് നോക്കണം. അരുന്ധതി റോയിനോട് ചോദിക്കുന്നുണ്ട് പത്രക്കാർ, എന്തേ ദി ഗോഡ് ഓഫ് സ്മാൾ തിങ്സിന് ശേഷം വേറൊരു പുസ്തകം രചിക്കാത്ത? അവർ മറുപടി പറയുന്നത് എന്താണ്? അത് ഞാൻ 10 വർഷം എടുത്തുണ്ടാക്കിയതാണ്. അതൊരു നോവൽ പോലെയുള്ള ഗ്രന്ഥമാണ്. അതിൽ നമുക്ക് വല്ലാത്ത വിജ്ഞാനമൊന്നും കിട്ടാനില്ല എന്ന് വെക്കാം. നേരെ വെച്ച് 10 വർഷവും 15 വർഷമൊക്കെ എടുത്ത് ഒരാൾ നിർമ്മിക്കുന്ന ഒരു പുസ്തകം, അത് വായിക്കാൻ ആവശ്യമായ സമയം എത്ര ചെലവാകുക? അതുകൊണ്ട് മാത്രം അതിലുള്ള മൊത്തം ഇൽമ് നമുക്ക് നേടാൻ പറ്റുന്നു. അതുകൊണ്ടാണ് ഖുർആൻ അവതരിക്കുന്നത് ഇഖ്റ, വായിക്കൂ എന്നും പറഞ്ഞിട്ട്. പഠനത്തിന്റെ 2-3 സാധ്യതകളെയും മാർഗങ്ങളെയും ഖുർആൻ അവിടെ തന്നെ പറയുന്നു. റബ്ബിന്റെ നാമത്തിൽ. എങ്ങനത്തെ റബ്ബ്? നിങ്ങളെ പടച്ച റബ്ബ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലഖിൽ നിന്ന് അവൻ നിങ്ങളെ പടച്ചു. അലഖ് എന്താ? അലഖ് അട്ടാന്നാണ് അതിൻ്റെ ഒരർത്ഥം. ഒട്ടിപ്പിടിക്കുന്നത് എന്നാണ് മറ്റൊരർത്ഥം. കുട്ടികൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ടേസ്റ്റൊക്കെ ആസ്വദിച്ച് അവസാനം ചണ്ടിയാവുമ്പോൾ വലിച്ചെറിയുന്ന ചുയിങ്കത്തിൻ്റെ ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് മറ്റൊരർത്ഥം. അന്നത്തെ സാഹചര്യത്തിൽ ഇത് എന്താന്ന് മനസ്സിലാവില്ല, ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. സിക്താണ്ടെന്ന് പറയുന്ന ബീജവും മണ്ടവും കൂടി ചേർന്നിട്ടുള്ള നമ്മുടെ സൃഷ്ടികർമ്മത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള ആ സംഭവം അട്ടയെപ്പോലെ ഇരിക്കും. ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് കടിച്ചു നിൽക്കും. കുട്ടികൾ ചവച്ചിട്ട ചുയിങ്കം പോലെ അവസാനം അവരുടെ കോട്ടുപല്ലിന്റെ അടയാളം അതിലുണ്ടാകും. അതങ്ങനെ അതേ മോഡൽ തന്നെ ഈ സിക്താണ്ടെന്ന് പറയുന്ന സാധനത്തിൽ അട്ടയെപ്പോലെ അടയാളങ്ങളൊക്കെ ഉണ്ടാകും. ഇത് മനസ്സിലാവണമെങ്കിൽ ഗംഭീരമായി ചിന്തിക്കണം. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ആധുനിക ശാസ്ത്രം ഈ നമ്മുടെ ഈ ഗർഭസംബന്ധിയായ കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് പഠനം നടത്തുന്നതും വിജയത്തിലേക്കും വിജ്ഞാനത്തിലേക്കും എത്തിച്ചേരുന്നതും. അപ്പോൾ വായിക്കുക എന്ന് പറയണം. പിന്നെ ചിന്തിക്കുന്നതിനെ കുറിച്ച് നമുക്ക് സൂചിപ്പിക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഈ വിജ്ഞാനം ശേഖരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം എഴുതി വെക്കുക. അല്ലദീ അല്ലമ ബിൽ ഖലം, മനുഷ്യന് പേനയുടെ ഉപയോഗം പഠിപ്പിച്ചവനാണ് റബ്ബ്. അപ്പോ വിജ്ഞാനം നേടാനുള്ള വായന, ചിന്തിക്കുക, എഴുതുക, ഇത് 3 പറഞ്ഞിട്ടാണ് ഖുർആൻ അവതരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവരുടെ പ്രവാചകത്വത്തിന്റെ പ്രമാണമായി ഖുർആൻ സൂറത്തു നൂനിന്റെ ആരംഭത്തിൽ
നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. നൂൻ പേനയാണ് സത്യം, വമാ യസ്തുറൂൻ പേന കൊണ്ട് രേഖപ്പെടുത്തുന്ന വിജ്ഞാനങ്ങളാണേ സത്യം, മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. പലരും അധിക്ഷേപിക്കുന്ന പോലെ, ആരോപിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ താങ്കൾ ഒരിക്കലും മാനസികമായി എന്തെങ്കിലും കുഴപ്പമുള്ള ആളല്ല. അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമൂഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥിരചിത്തതയോടുകൂടെ അള്ളാഹുവിൽ നിന്നുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്നതിന് സാക്ഷിയായി സത്യം ചെയ്യാൻ വേണ്ടി റബ്ബ് ഉപയോഗിക്കുന്നത് പേനയെയാണ്. പേന കൊണ്ട് എഴുതിയ വിജ്ഞാനത്തെയാണ്. പരിശുദ്ധ ഖുർആനാണ് അതിൻ്റെ ഒരർത്ഥം. ആ ഖുർആൻ പരിശോധിക്കുന്ന ഒരാൾക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവരൊക്കെ ആരോപിക്കും പോലെ എന്തെങ്കിലും പറയാനല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടും. അപ്പൊ എഴുത്ത്, വായന, പഠനം പോലെയുള്ളതിൻ്റെ പ്രസക്തി കൃത്യമായി നമ്മളെ മതം തന്നെ പഠിപ്പിക്കുന്നു. അപ്പൊ അതൊരു മതപരമായ ബാധ്യതയാണ്. കേവലം പരീക്ഷ ജയിക്കുക എന്നതിനപ്പുറം മതപരമായുള്ളൊരു ബാധ്യത തന്നെയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനം നേടുക എന്നത്. അതിൻ്റെ മാർഗങ്ങളാകുന്ന എല്ലാ സംഗതിയും സ്വീകരിക്കുക എന്നുള്ളത്. ഇത് നമ്മുടെ കുട്ടികളുടെ പരീക്ഷക്കാലത്തേക്ക് നമുക്ക് വരാം. പഠനം നന്നായിട്ട് നടത്തുന്നവർക്കാണ് ഏറ്റവും നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും. പഠനം നടത്താതെ വിജ്ഞാനം കിട്ടും എന്ന് കരുതി നടക്കുന്ന ആളുകളെ മഹാനായ ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നത് നിധി കിട്ടും കരുതിയിട്ട് ജോലിക്ക് പോകാത്തവനെ പോലെയാണ്. മക്കളും കുട്ടികളും ഭാര്യയൊക്കെ ഉണ്ട്, പിന്നെ ഈ ജീവിക്കാൻ കുറേ സമ്പത്ത് ആവശ്യമുണ്ട്. പക്ഷെ മൂപ്പരാൾ അധ്വാനിക്കാൻ പോകില്ല, വേർപ്പിൻ്റെ അസുഖമുണ്ട് മൂപ്പർക്ക്, വേർക്കാൻ കഴിയില്ലേ. പിന്നെ മൂപ്പരുടെ പ്രതീക്ഷ എന്താണ്? നിധി കിട്ടുമല്ലോ എന്നാണ്. ഇങ്ങനെ നിധി കിട്ടുമല്ലോ എന്നും കരുതിയിട്ട് ജോലിക്ക് പോകാത്തവരെ പോലെയാണ് പഠനം നടത്താതെ വിജ്ഞാനത്തിനെ കാത്തിരിക്കുന്നവർ എന്ന് ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു. വളരെ സ്യൂട്ടബിളാണ് ആ ഉദാഹരണം. അപ്പൊ ഈ കാലത്ത് എന്തിനാ വായിക്കുന്നു, എന്തിനാ പഠിക്കുന്നു എന്നൊക്കെയാണ് പല വിദ്യാർത്ഥികളുടെയും പുതിയ ധാരണ. ജമിനിനോട് ചോദിച്ചാൽ പോരെ എന്നാണ്. മനുഷ്യനാവണമെങ്കിൽ അവന് അടിസ്ഥാനപരമായ വിജ്ഞാനങ്ങൾ, അവൻ ബന്ധപ്പെടുന്ന ഏതൊക്കെ മേഖലയുണ്ടോ അതിലൊക്കെ അവൻ നേടിയിരിക്കണം. എ.പി. കേശവമേനോന്റെ നാം മുന്നോട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. സാന്ത്വന സാഹിത്യത്തിൽ പണ്ട് മുതലേ കേരളക്കാർ അവലംബിക്കുന്ന 3 വാള്യമുള്ള ഒരു ഗ്രന്ഥം. അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പൂർണ്ണമായി എക്സ്പേർട്ട് ആവണം എന്നാണ്. നമ്മുടെ മക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ അവരുമായി ബന്ധപ്പെടുന്ന മറ്റനുബന്ധ വിഷയങ്ങളിൽ അത്യാവശ്യം വിവരം നേടിയിരിക്കുകയും വേണമെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുസ്തകം വായിക്കുന്നതോടുകൂടെ അതിലുള്ള ഇൽമു മൊത്തം നമുക്ക് നേടാനാകുന്നു. അതുകൊണ്ട് വായനയെ പ്രൊമോട്ട് ചെയ്ത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് വായനാശീലം ഉണ്ടാക്കിയെടുത്ത് അതിനവർക്ക് പറ്റുന്ന ചെറിയ കഥാപുസ്തകങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത്, കോമിക് പുസ്തകങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത്, പറ്റുമെങ്കിൽ ഇത്തിരിയൊക്കെ ഇംഗ്ലീഷ് പഠിച്ചു വന്ന കുട്ടിയാണെങ്കിൽ ഇംഗ്ലീഷ് പുസ്തകം കൊടുത്ത്, ചമ്പക് എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് കഥാപുസ്തകങ്ങളുണ്ട്, ആ സാധനമൊക്കെ കൊടുത്ത് അത് വായിപ്പിച്ച് ഭാഷയും വിജ്ഞാനവും വായനാശീലവും അവരെ പരിശീലിപ്പിക്കണം. എല്ലാ സമയത്തും അള്ളാഹുമായുള്ള ഈ കണക്ഷൻ നമ്മൾ അവർക്ക് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. പരീക്ഷക്കാരോട് വരുന്നു, ഇനി വീട്ടിലെ ഉമ്മമാരൊക്കെ ഇറങ്ങിയിട്ട് ഇരുത്തി കുത്തി വഴക്ക് പറഞ്ഞ് തിരിയാൻ വിടാതെ അങ്ങോട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അതങ്ങനെ കേൾക്കും. അപ്പോൾ ഉമ്മാൻ്റെ ഇടിയും കുത്തുമൊക്കെ പേടിച്ചിട്ട് ഉത്തരക്കട് പറയും. അവിടുന്ന് ഇറങ്ങുന്നതോടുകൂടെ പൂർണ്ണമായിട്ട് മറന്നുപോവുകയും ചെയ്യും. പിന്നെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു ചോദ്യം, ഇത് മിക്കവാറൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. പിന്നെ അടുത്ത കുത്തപ്പം കിട്ടും. സത്യത്തിൽ പടിപടിയായി കൃത്യമായ ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കലാണ് വിദ്യാർത്ഥിയുടെ പഠനത്തിൻ്റെ ഏറ്റവും സുതാര്യമായ രീതി. കുറേ പറയാനുള്ളതാണ്, ഞാൻ വിസ്തരിക്കാൻ നിൽക്കൂല, ചുരുക്കി മാത്രം പറയാം. അപ്പൊ പഠനത്തിന് വേണ്ടി കൃത്യമായൊരു സമയം ദിവസവും മാറ്റിവെക്കണം. അത് ഏറ്റവും നല്ലത് സുബഹിക്ക് ശേഷം. മനസ്സും ശരീരവും പ്രകൃതിയും ഒക്കെ ഇങ്ങനെ നല്ല സൈലൻ്റായി നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ സുബഹിക്ക് ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ തിരിയൊക്കെ ഓതി നല്ല പ്രാർത്ഥന ഒക്കെ നടത്തി പഠനത്തിലേക്ക് കയറണം. ഏറ്റവും നല്ല മനസ്സ് പിടിക്കാൻ പറ്റുന്ന സമയം അതാണ്. 4 മണിക്ക് എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ കിടന്നുറങ്ങേണ്ടി വരും. വിദ്യാർത്ഥി വിജയിക്കാനുള്ളൊരു 5 മാർഗങ്ങൾ ഏറ്റവും ആധുനികമായത് പറയാനുണ്ട് എനിക്ക്. നിങ്ങളെല്ലാവരും എന്നത് അംഗീകരിക്കുമെന്ന് അറിയില്ല, എന്നാലും അത് പറയണം. ഇൻഷാ അല്ലാഹ് പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങൾ കൃത്യമായി ഒന്ന് പറഞ്ഞു വെച്ച് വിശദീകരിക്കാതെ നമുക്ക് അങ്ങോട്ട് കിടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അപ്പോൾ കൃത്യമായൊരു ടൈം ടേബിൾ വേണം. എപ്പോഴെങ്കിലും പഠിക്കുക, ബെഡ് പോയിരുന്നിട്ട് ഇങ്ങനെ മലന്നിടന്നിട്ട് വായിക്കുക, അതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോവുക, ഇതല്ല രീതി. ഇത് നമ്മുടെ സൂഫി പണ്ഡിതന്മാർ ഔലിയാക്കളാവാൻ വേണ്ടി പോലും ഈ നിർദ്ദേശം വെക്കുന്നുണ്ട്. വിദ്യാർത്ഥി ആരാവണം എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ അതിക്കിയൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ് പറയണത്. നിന്റെ സമയത്തെ നീ കൃത്യമായി ഓഹരി വെക്കണം, ടൈം ടേബിൾ ഉണ്ടാക്കണം. കുല്ലഹു, സമയത്തെ മുഴുവൻ എത്ര മണിക്കൂർ ഉറങ്ങിയിരിക്കും? 9 മുതൽ 4 വരെ ഞാൻ ഉറങ്ങും. 4 മണിക്ക് എഴുന്നേറ്റ് അരമണിക്കൂർ ഞാൻ നിസ്കരിക്കും, ഖുർആൻ ഓതും. അത് കഴിഞ്ഞ് ഞാൻ 4:30 മുതൽ സുബൈ വാങ്കൊടുക്കോളം ഇരുന്ന് വായിക്കും. സുബൈ പള്ളിയിൽ പോയി നിസ്കരിച്ചു വരും ഞാൻ. അത് കഴിഞ്ഞ് 7 മണി വരെ കൃത്യമായി ഇന്ന വിഷയങ്ങളൊക്കെ വായിക്കും. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോകും. അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കും. അങ്ങനെ കൃത്യമായൊരു ടൈം ടേബിൾ കുട്ടികൾക്ക് ഉണ്ടാവണം. ചെറിയ കുട്ടികളാവുമ്പോൾ മുതൽ അത് അവർക്ക് പരിശീലിപ്പിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ട് കൊണ്ടുവരാൻ രക്ഷിതാക്കളാവുന്ന നമുക്ക് കഴിയണം. കുട്ടി നമ്മളെ മാതിരിയൊക്കെ തന്നെ ആയി. SSLC 3-4 വട്ടം എഴുതിയിട്ട് പിന്നെ അങ്ങോട്ട് കഷ്ടിച്ച് ജയിച്ചു. ഇതെന്തുകൊണ്ട് സംഭവിക്കണമെന്നറിയാം? അവരുടെ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒന്നാമതായി ഞാൻ സൂചിപ്പിക്കുന്നത് സമയത്തെ കൃത്യമായി ഓഹരി വെച്ച് നല്ലൊരു ടൈം ടേബിൾ തയ്യാറാക്കുക എന്നതാണ്. രണ്ടാമത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. പണ്ടൊക്കെ ഉണ്ടായാലും എങ്ങനെ കാണാതെ പഠിക്കുന്നത്. അപ്പോൾ ആ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഉത്തരം എഴുതും. കാണാതെ പഠിക്കണം, പക്ഷെ അതെന്താന്ന് ഉൾക്കൊണ്ടിട്ടായിരിക്കണം പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് ഫിസിക്സ്, മാത്സ് പോലെയുള്ള വിഷയങ്ങളിലൊന്നും ഈ കാണാതെ പഠിക്കലിന് പ്രത്യേകിച്ച് വലിയ പ്രസക്തി ഒന്നുമില്ല. തീരല്ല എന്നല്ല, കാണാതെ പഠിക്കണം പഠിക്കേണ്ടത്. പക്ഷെ തത്ത ചെല്ലണത് പോലെ ഇങ്ങനെ ചെല്ലാൻ പറ്റും വിധത്തിലുള്ള ഒരു അർത്ഥറിയാതെ, ആശയം അറിയാതെ, സംഗതിയുടെ ഉപകാരം മനസ്സിലാക്കാതുള്ള ഒരു കാണാതെ പഠിക്കലല്ല വേണ്ടത്. കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് പഠിക്കേണ്ടത്. മൂന്നാമത്തെ ഒരു കാര്യം, നോട്ട്സ് തയ്യാറാക്കണം. നമ്മുടെ ടെക്സ്റ്റിലാണെങ്കിലും നമ്മുടെ സാറന്മാർ ഉസ്താദന്മാരൊക്കെ എഴുതി തന്ന നോട്ടിലാണെങ്കിലും വിഷയങ്ങൾ ഫുള്ളുണ്ടാവും. പക്ഷെ അതൊരു വലിയ ബഹറായിരിക്കും. നമുക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ പോയിന്റായിട്ട് ടെക്സ്റ്റ് തയ്യാറാക്കാൻ കുട്ടികൾക്ക് പഠിപ്പിക്കണം. അപ്പം എങ്ങനെയാണ്? ഒന്നാമത്തെ അധ്യായം വായിക്കുന്നു, ആ ഒന്നാമത്തെ അധ്യായത്തിൽ ഇന്ന വിഷയങ്ങളൊക്കെയാണുള്ളത്. അത് മാത്രം ചെറിയൊരു നോട്ട് പുസ്തകത്തിലോ, ഒരു പേജിൽ ചെറിയൊരു നോട്ട് പുസ്തകം, അതിൻ്റെ 1-ാം പേജിൽ ഫിസിക്സ് 1-ാം പാഠം. ആ ഫിസിക്സിൻ്റെ 1-ാം പാഠത്തിൽ എന്തൊക്കെ സംഗതിയുള്ളത് അത് മൊത്തം അതിൽ കാണണം. എങ്ങനെ? ബ്രീഫായിട്ട്, പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമായിട്ട്. ഇതെന്തിനാണെന്നറിയാവോ? ആവർത്തിച്ച് പഠിക്കലാണ് ഈ ഷോർട്ട് മെമ്മറിയിൽ നിന്ന് ലോങ് മെമ്മറിയിലേക്ക് നമ്മുടെ ഓർമ്മകളെ കൊണ്ടുപോകാനുള്ള ഏക മാർഗം. എന്നുവെച്ചാൽ നമ്മൾ ഒരു വട്ടം വായിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ഒരു മണിക്കൂറാകുമ്പോഴേക്ക് അതിൻ്റെ ഒരു 60, 70, 80% പല ആളുകൾക്കും വ്യത്യാസം ഉണ്ടാവും, മറന്നുപോകും. അത് മറക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പിന്നെയും ആവർത്തിക്കണം. ഇപ്പോൾ ഒരു 5-6 സാധനം മേടിക്കാൻ വേണ്ടി കുട്ടിനെ നമ്മൾ കടയിലേക്ക് വിടുമ്പോൾ കുട്ടി ആദ്യം ഒന്ന് പറയും, പിന്നെ ഒന്നുകൂടിയൊക്കെ പറഞ്ഞിട്ട് പോകും. പിന്നെ ഇടയ്ക്കിങ്ങനെ പോണ സമയത്തോ അങ്ങനെ എണ്ണെടുത്ത് പോകും. ആവശ്യമാണ്. ഈ ആവർത്തനം കൊണ്ടാണ് പെട്ടെന്ന് മനസ്സ് പിടിച്ച് പെട്ടെന്ന് തന്നെ പോകുന്ന കാര്യങ്ങൾ ദീർഘകാലം നമ്മുടെ മനസ്സിൽ നിൽക്കുക. അപ്പം അതിന് സഹായകമാണ് ഈ ചെറിയ നോട്ട്സ്. ഇപ്പം SSLC പഠിക്കുന്ന ഒരു കുട്ടിക്ക് 10 വിഷയം കൈകാര്യം ചെയ്യാനുണ്ട്. ഈ 10 വിഷയവും എല്ലാ സമയത്തും ഫുള്ളായിട്ട് നോക്കാൻ കഴിയില്ല. ഫുള്ളായിട്ട് 10 വിഷയം കൂടി വായിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ നോട്ട്സ് തയ്യാറാക്കണം. പിന്നെ നമ്മൾ ആവർത്തിക്കേണ്ട സമയത്തൊക്കെ ഈ നോട്ട്സാണ് മറിച്ച് നോക്കേണ്ടത്. അപ്പം അതിലുള്ളത് മൊത്തം 1-ാം അധ്യായത്തിലുള്ളത് മൊത്തം നമ്മുടെ മനസ്സിലേക്ക് വരും. അടുത്ത 2-ാം അധ്യായം മൊത്തം നമ്മുടെ മനസ്സിലേക്ക് വരും. എപ്പോഴെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ആ ഭാഗം നമുക്ക് ടെക്സ്റ്റോ സാറന്മാർ ഉസ്താദുമാർ എഴുതി തരുന്ന നോട്ട്സോ ഉപയോഗപ്പെടുത്തിയിട്ട് അത് തീർക്കാൻ പറ്റും. കുറേ വായിച്ചു, കുറേ അവിടെ ഇവിടെയൊക്കെ വായിച്ചു, കുറേ പുസ്തകം പലപ്പോഴായിട്ട് വായിച്ചു. ഇതൊരു സമഗ്രമായ പഠന രീതിയേ അല്ല. മിക്ക കുട്ടികളും അങ്ങനെയാണ്. വായിക്കട അറിയുമ്പോൾ ഏതെങ്കിലും പുസ്തകം എടുക്കും, മറിക്കും, ഒരു പേജ് കാണും, അവിടുന്ന് വായിക്കും. ഈ ആവർത്തിച്ച് പഠിക്കാനുള്ള ഏറ്റവും സഹായകമായ രീതിയാണ് ഈ നോട്ട്സ് തയ്യാറാക്കൽ. മൂന്നാമത്തേതായിട്ട് ആവർത്തിച്ചു പഠനം. ഞാൻ നേരത്തെ പറഞ്ഞു, പഠിച്ച കാര്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ഞാൻ നേരത്തെ അതിൻ്റെ ഒരു രീതിയാണ് പറഞ്ഞത്. നമ്മൾ കേൾക്കുന്ന സമയത്ത് ഏകദേശം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മളിപ്പോൾ ഒരു ക്ലാസ് കേൾക്കുന്നു, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഉസ്താദിൻ്റെ മുന്നിൽ പോയി ഫത്ഹുൽ മുബീൻ ഓതുന്നു,
അല്ലെങ്കിൽ ഒരു സ്കൂളിലെ കുട്ടി ടീച്ചർ അവന് അന്നത്തെ എന്തെങ്കിലും ഒരു വിഷയം ഹിസ്റ്ററിയിൽ പാനിപ്പത്ത് യുദ്ധത്തെക്കുറിച്ച് ക്ലാസ് എടുക്കണം. ഈ സാധനമൊക്കെ അവൻ്റെ മനസ്സിൽ ക്ലാസ് കയ്യോളം ഉണ്ടാവും. കുറച്ച് സമയം കൂടി അതങ്ങനെ തന്നെ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഇതിൽ നിന്ന് നല്ലൊരു ഭാഗം മറന്നു പോകും. ഇത് മറന്നു പോവാതിരിക്കണമെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഇതൊന്നുകൂടെ ആവർത്തിക്കണം. അപ്പോൾ 1 മണിക്കൂർ സാധാരണഗതിയിൽ പീരീഡ് ഉണ്ടെങ്കിൽ ആ പീരീഡ് കഴിഞ്ഞ് സാറ് പോകുമ്പോൾ, ടീച്ചർ പോകുമ്പോൾ, ഉസ്താദ് പോകുമ്പോൾ അതുവരെ പറഞ്ഞ കാര്യങ്ങൾ കുട്ടി ഒന്നിങ്ങനെ മനസ്സിൽ കൊണ്ടുവരണം. അത് A to Z പദാനുപദം പഠിക്കണം എന്നല്ല പറയണത്. അപ്പറഞ്ഞതിൻ്റെ ആകെ മൊത്തം ടോട്ടൽ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം. അത് പിന്നെ ദർസിലെ കുട്ടിയൊക്കെ ആണെങ്കിൽ അസർക്ക് പിന്നെയും ആവർത്തിക്കണം, മഗ്‌രിബിന്റെ ശേഷം 1-ാം ദർസിൽ പിന്നെയും ആവർത്തിക്കണം, 2-ാം ദർസിൽ പിന്നെയും പഠിക്കണം. എന്നിട്ട് ആഴ്ചകളിൽ ഈ പറഞ്ഞതെല്ലാം അവൻ എന്ത് ചെയ്യണം, അവൻ്റെ ജീവിതത്തിലും അവൻ്റെ മനസ്സിലേക്കും കൊണ്ടുവരണം. അതിനൊക്കെ സഹായകമാണ് ഞാൻ 3-ാമത്തെ പോയിന്റായിട്ട് പറഞ്ഞ നോട്ട് നിർമ്മാണം. അല്ലാതെ കിതാബിലുള്ളത് മൊത്തം, സ്കൂളിലെ ടെക്സ്റ്റ് 10 മൊത്തം എല്ലാ സമയത്തും കൊണ്ടുവരാൻ പറ്റില്ല, നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പം ഈ ആവർത്തന പഠനം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ബഹുമാനരാവുന്ന ദൈവന്തി മഖ്ദൂം തങ്ങൾ അദ്കിയയിൽ തന്നെ കാര്യം പറയുന്നുണ്ട്. പലവട്ടം നീ പാരായണം ചെയ്യുക, വായിക്കുക, ആവർത്തിക്കുക. മത്തുനഹു അടിസ്ഥാന ഗ്രന്ഥം, കുറേ വിശദീകരണ ഗ്രന്ഥങ്ങളുണ്ടാവും, പഠനസഹായികളുണ്ടാവും, വേറെ കുറേ മാഗസിനുകളും മാസികകളൊക്കെ ഉണ്ടാവും പഠനമായിട്ട് ബന്ധപ്പെട്ട്. പേരുകളൊന്നും ഞാൻ പറയണില്ല, ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ തെറ്റൊന്നുമില്ല. പക്ഷേ ഏറ്റവും പ്രാധാന്യം നമ്മുടെ ടെക്സ്റ്റാണ്. ഏതെങ്കിലും ഒരാളുണ്ടാക്കുന്ന വിശദീകരണ കുറിപ്പുകളേക്കാൾ പ്രസക്താണ് 10-40 ആളുകൾ ചേർന്നുണ്ടാക്കുന്ന ഔദ്യോഗികമായ ടെക്സ്റ്റുകൾ. അതുകൊണ്ടാണ് പലവട്ടം ടെക്സ്റ്റ് ആവർത്തിച്ചു കൊണ്ടിരിക്കണം എന്ന് അദ്കിയ പോലെയുള്ള തസൗഫിന്റെ കിതാബുകളിൽ പോലും പറയുന്നത്. 5-ാമതായി സജീവമായ പഠന രീതി എന്നുവെച്ചാൽ ആക്റ്റീവായിട്ടാവണം പഠനത്തെ കാണേണ്ടത്. ഉന്തിത്തള്ളി സ്കൂളിൽ പറഞ്ഞേക്കുന്ന ഒരു കുട്ടിയുടെ ക്ലാസ്സിലെ ശ്രദ്ധയും കാര്യം അവബോധമുള്ള പഠിക്കണം എന്ന് കരുതി ക്ലാസ്സിൽ ചെല്ലുന്ന കുട്ടിയുടെ ശ്രദ്ധയും രണ്ടും രണ്ടായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നല്ലൊരു ലക്ഷ്യം മുന്നിൽ വെച്ച് പഠിച്ച് ജയിക്കണം എന്ന് കരുതുന്ന കുട്ടിയുടെ ശ്രദ്ധയും, നേരെ മറിച്ച് അബദ്ധത്തിൽ അങ്ങനെ പഠിച്ചു പോണ കുട്ടിയുടെ ശ്രദ്ധയും വേറെ ആയിരിക്കും. അപ്പൊ ശ്രദ്ധയോടുകൂടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന പശ്ചാത്തലം വേണം. ഇപ്പൊ എങ്ങനെ കുറേ സംഗതികളുണ്ട്, അതിൻ്റെ ഇടയിലിരുന്ന് പഠിക്കുകയാണ്, പഠനം തീരെ മുന്നോട്ട് പോവില്ല. ബെഡ്റൂമിലിരുന്ന് പഠിക്കുകയാണ്, അപ്പുറത്ത് ബെഡുണ്ട്, ഇപ്പുറത്ത് നല്ല തലണുണ്ട്, അപ്പുറത്ത് പുതപ്പുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ചെറിയ കുട്ടി കളിക്കുന്നുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു കുട്ടി ഇങ്ങനെ തൊട്ടിയിലാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ പഠനം എവിടെ എത്തില്ല. അപ്രകാരം തന്നെയാണ് മൊബൈൽ ഫോൺ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പഠിക്കുക. എന്താ ഇപ്പോൾ ആൾ വിളിക്കാത്തതെന്ന് എഴുതിയിട്ട്, എന്താ ഇപ്പോൾ ഒരു മെസ്സേജ് വരാത്തതെന്ന് എഴുതിയിട്ട്, ഈ ആളുകളൊക്കെ ഇപ്പോൾ എവിടെ, ഈ ഗ്രൂപ്പ് തീരപ്പോൾ സജീവമല്ലല്ലോ എന്ന് എഴുതിയിട്ട് ആ പഠനത്തിന് ഒരർത്ഥം ഉണ്ടാവില്ല. സമ്പൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് സജീവമായ രീതിയിൽ പഠിക്കണം. അതിനുള്ളൊരു പ്രത്യേകമായ രീതിയാണ് നമ്മൾ പഠിച്ചതിന് ശേഷം വേറൊരാൾക്ക് വായിച്ചു കൊടുക്കണ പോലൊക്കെ നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മുമ്പിൽ ഏതൊരു തണ്ടെന്ന് സങ്കല്പിക്കുക, ഞാനിപ്പോൾ ഒരു മാഷാണെന്ന് സങ്കല്പിക്കുക, എന്നിട്ട് കുട്ടി ഇങ്ങനെ പറഞ്ഞു പഠിക്കുക. ഈ ദർസിലൊക്കെ ആ രീതി വളരെ പ്രായോഗികമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ചില മുത്താലിങ്ങളൊക്കെ ഇങ്ങനെ താഴെപ്പള്ളിയിലൊക്കെ വന്ന് തൂണിൻ്റെ മുമ്പിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ പറയും, ഇപ്പോൾ മനസ്സിലായോ ആരോട്, തൂണിനോട്. അത് ഈ സജീവമായ പഠന രീതിയുടെ പണ്ട് മുതൽ പ്രയോഗിച്ചു വരുന്നൊരു സംഗതിയാണ്. പരീക്ഷയിൽ പെട്ടെന്ന് ജയിക്കാൻ ചിലപ്പോഴൊക്കെ പാളിപ്പോയെങ്കിലുള്ള മറ്റൊരു രീതിയാണ് മുൻകാല ചോദ്യപേപ്പറുകളൊക്കെ പരിശോധിക്കുക. ടെക്സ്റ്റ് മാറിയിട്ടില്ലെങ്കിൽ 5 കൊല്ലം കൂടുമ്പോൾ ടെക്സ്റ്റ് മാറുന്നതാണ് നമ്മുടെ കേരളത്തിലൊക്കെ രീതി. ഈ വർഷമൊക്കെ പരീക്ഷ തന്നെ സമൂലം മാറിയെന്നാണ്. എഴുതിയ മിക്ക കുട്ടികളും അരക്കൊല്ലം പരീക്ഷ തോറ്റ്. എന്നുവെച്ചാൽ പരീക്ഷയുടെ രീതി തന്നെ മുഴുവൻ മാറി. ഇനി പുസ്തകം അങ്ങോട്ട് കൊടുത്താൽ പോലും പരീക്ഷ പേപ്പറിൽ ഉത്തരം ഫുൾ എഴുതാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം. നമ്മൾ പഠിച്ച പുസ്തകം നമ്മുടെ കയ്യിലെടുത്ത് തന്നു, പക്ഷെ ചോദ്യപേപ്പർ കൈ കിട്ടിയാൽ ഈ പുസ്തകം വെച്ചിട്ട് പരീക്ഷ എഴുതാൻ പറ്റൂല. അതിൻ്റെ പുറമെ പൊതുവെയുള്ള വിജ്ഞാനങ്ങൾ പരീക്ഷയുടെ ഭാഗമായിട്ട് വരുന്നു. ഈ പ്രാവശ്യം അരക്കൊല്ല പരീക്ഷയ്ക്ക് എഴുതിയ മിക്ക കുട്ടികളും തോറ്റു, പ്രത്യേകിച്ച് 9, 10 ഒക്കെ കുട്ടികൾ. എന്തുകൊണ്ട്? അതിൻ്റെ ശാസ്ത്രീയതയെ നമ്മൾ വിമർശിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇതുവരെ ശീലിച്ചു വന്നൊരു കുട്ടികൾക്ക് 10 വെച്ച് പെട്ടെന്ന് അങ്ങോട്ട് രീതി സമൂലം മാറ്റുക എന്ന് പറഞ്ഞാൽ അത് കുട്ടികളെ നന്നായിട്ട് ബാധിക്കും. ഈ സമഗ്രമായ പരിഷ്കരണങ്ങളൊക്കെ വരേണ്ടത് 1-ാം ക്ലാസ്സിൽ നിന്നാണ്. അതായത് ആ കുട്ടി അതായിരിക്കണം പഠിക്കേണ്ടതും പരിശീലിക്കേണ്ടതും. അവൻ 2ലേക്ക് എത്തും, അവൻ 3ലേക്ക് എത്തും. അപ്പോൾ വേറൊരു കുട്ടി 1-ലെത്തിയിട്ടുണ്ടാവും, മറ്റൊരു കുട്ടി 2-ലെത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ എന്താണ് പറയുക, മൗലികമായ മാറ്റങ്ങൾ അങ്ങനെ വരുത്തേണ്ടത്. കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളൊക്കെ വരുത്താം. അതുകൊണ്ടാണ് എല്ലാ അധ്യാപകരും മറ്റു പലരും ഇത് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്നുള്ള മാറ്റം വിദ്യാർത്ഥികളെ വല്ലാതെ ബാധിക്കുന്നു. അതവിടെ ഇരിക്കട്ടെ. എന്തായാലും മുൻകാല ചോദ്യപേപ്പറുകൾ പരിശീലിക്കുക എന്നത് പണ്ട് മുതൽ വിജയിപ്പിച്ചു വരുന്നൊരു തന്ത്രമാണ്. ഞാൻ പറഞ്ഞു ചിലപ്പോഴൊക്കെ അത് പാളിയെന്നും വരുമെന്ന്. ഇതുവരെ ചോദ്യപേപ്പർ ഒന്നും ഉണ്ടാക്കി ശീലമില്ലാത്ത വേറൊരുത്തനാണ് ചോദ്യപേപ്പർ ഉണ്ടാക്കിയതെങ്കിൽ ഇതൊന്നും അല്ലാത്ത വേറൊന്ന് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 4-5 പേപ്പർ പരിശോധിക്കുന്നത് നല്ലതാണ്, ആ രീതിയും മോഡലും മെത്തേഡൊക്കെ മനസ്സിലാക്കാൻ. അതുമ്പോൾ തന്നെ ആശ്രയിച്ചിരിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ശീലിക്കാനേ പാടില്ല. പിന്നെ ഏകാഗ്രത നിലനിർത്താനുള്ള സംഗതികൾ വേണം. ഏറ്റവും നല്ലത് പ്രാർത്ഥനയാണ്, നിസ്കാരമാണ്, ഖുർആനോത്താണ്, അള്ളാഹുവിലേക്കുള്ള മടക്കമാണ്. അത് ഏകാഗ്രതക്ക് വളരെയേറെ സഹായം ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പുറത്ത് TV ഓടിക്കൊണ്ടിരിക്കണ്, ഉമ്മയും ഉപ്പയൊക്കെ ഇങ്ങനെ TV-യിൽ എന്തോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. SSLC അല്ല എനിക്കെന്നും പറഞ്ഞിട്ട് കുട്ടിനെ പിടിച്ചുകൊണ്ടൊന്ന് റൂമിലിട്ട് പുറത്തേക്ക് പൂട്ടിയതാണ്. നല്ല പഠനമായിരിക്കും. ഏകാഗ്രതക്ക് തീരെ ഉഷാറുണ്ടാവില്ല. ഈ സംബന്ധമായ പുസ്തകം എഴുതിയ ചില പണ്ഡിതന്മാർ എന്ന് വെച്ചാൽ ഡോക്ടർ മാത്യു വല്ലൂരിനെ പോലുള്ള പ്രൊഫസർ ശിവദാസിനെ പോലുള്ളവരൊക്കെ പറയുന്നുണ്ട്, ഈ TV വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് കുട്ടികളുടെ പഠനം തീരെ നടക്കില്ല. TV ഉള്ള വീട്ടിലെ കുട്ടിയും ഇല്ലാത്ത വീട്ടിലെ കുട്ടിയും തമ്മിൽ പഠന രംഗത്ത് വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അവരൊന്നും ഇപ്പോൾ ഒരു ഫണ്ടമെൻ്റലിസ്റ്റുകളൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ടാണ്? ആർക്കും ആലോചിച്ചാൽ അറിയുന്നൊരു കാര്യമാണ്. വാപ്പയ്ക്കും ഉമ്മാക്കും ജ്യേഷ്ഠാനുജന്മാർക്കും സിനിമ കാണാൻ മോഹമുണ്ടെങ്കിൽ അവിടെ പറന്ന് വളർന്ന കുട്ടിക്കും സ്വാഭാവികമായിട്ട് ഇതുണ്ടാവും. പിന്നെ നിനക്ക് പരീക്ഷ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ റൂമിലിട്ട് അടച്ചുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ ശ്രദ്ധ തിരിക്കുന്ന ഒരു സംഗതിയും പഠനത്തിന്റെ സന്ദർഭത്തിൽ കുട്ടിയെ തടസ്സപ്പെടുത്തി കൂടെ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ആരോഗ്യപരമായ ജീവിതശൈലി, ഓർമ്മക്കാണെങ്കിലും സജീവമായി പഠനരംഗത്ത് ശ്രദ്ധിക്കാനാണെങ്കിലും ആരോഗ്യം അത്യാവശ്യമാണ്. അപ്പോൾ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് അവരെക്കാൾ ബോധം ഉണ്ടാവേണ്ടത് രക്ഷിതാക്കൾക്കാണ്. അപ്പോൾ കുട്ടി ഇങ്ങനെ വായിക്കണ സമയത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തലക്കൊന്ന് കൊടുക്കല്ല വേണ്ടത്, കണ്ണുകൊണ്ട് പോയി പരിശോധിക്കണം. പഠിക്കുന്ന സമയത്ത് കുട്ടി ഇങ്ങനെ പിടിക്കുകയാണ്, ഇങ്ങനെ പഠിക്കാൻ നോക്കുകയാണ്, ചന്ദ്ര വേസന്മാരമാരി എന്നും പറഞ്ഞ് തലക്ക് കൊടുക്കല്ല വേണ്ടത്. നല്ലൊരു കണ്ണു ഡോക്ടറെ കാണിച്ച് ഇപ്പം തകരാറുണ്ട് തോന്നുന്നുണ്ടൊന്ന് പരിശോധിക്കണം എന്ന് പറയാനാണ്. അപ്രകാരം തന്നെ ചില കുട്ടികൾക്ക് ഈ മൈഗ്രെയിൻ തലവേദന ഒക്കെ ഉണ്ടാവും. അത് അനുഭവിച്ചവർക്ക് എത്ര അതിൻ്റെ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ചില ഈ എന്താണ് കലാകാരന്മാരൊക്കെ മൈഗ്രെയിനിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട്. തലയുടെ ഏതോ ഒരു ഭാഗത്തു നിന്നും മിന്നെറിയണത് പോലുള്ളൊരു സംഭവം. അപ്പോൾ കുട്ടിക്ക് തലവേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കിടക്കുമ്പോൾ ഇതിങ്ങനെ ഓടി വന്ന് കളിച്ച് വേർത്ത് തലയിലെ വെള്ളം വാർന്നലാന്ന് പറയുന്നതോടുകൂടെ രക്ഷപ്പെടാൻ പറ്റൂല രക്ഷിതാവ്. പിന്നെയോ നല്ല ഡോക്ടറെ കൊണ്ടുപോയി പരിശോധിപ്പിക്കണം. എന്താണ് രോഗമെന്ന് കണ്ടെത്തി ചികിത്സ നടത്തണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും ആധുനികമായ 5 കാര്യങ്ങൾ പറയാനുണ്ട് കുട്ടികളുടെ പരീക്ഷയും പഠനവും സമ്പൂർണ്ണമായി വിജയിക്കാൻ. അതിൽ ഒന്നാമത്തെ സംഗതി എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ പഠിക്കുന്ന കുട്ടി SSLC ആണെങ്കിലും +2 ആണെങ്കിലും ഡെയിലി 1 മണിക്കൂർ 1.5 മണിക്കൂർ ഓടിക്കളിക്കണം എന്നാണ്. നിങ്ങളെന്നെ അംഗീകരിക്കുമോ എന്ന് എനിക്കറിയില്ല എന്ന് നേരത്തെ തന്നെ ഞാൻ ആശങ്ക പറഞ്ഞിട്ടുണ്ട്. കഥച്ചിട്ട് ഇങ്ങനെ കഥ പൊട്ടണ വിധത്തിൽ കളിക്കണം. അല്ലാതെ ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ TV-യിൽ എന്തെങ്കിലും കണ്ടിരിക്കാനോ അതൊരു വിനോദമാക്കി മാറ്റാനോ അല്ല. ഓടി കഥച്ച് കളിക്കണം. ശരീരത്തിൻ്റെ എല്ലാ സെല്ലും പ്രവർത്തനക്ഷമമാവുന്നുള്ളതാണ് അതിൻ്റെ ഗുണം. ദഹനം നന്നായിട്ട് നടക്കുന്നുള്ളതാണ്. രക്തം തലച്ചോറിലേക്ക് ആവശ്യത്തിന് കയറും എന്നതാണ്. തലച്ചോറിലേക്ക് രക്തം വരുമ്പോൾ ഓക്സിജൻ കൂടുതൽ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് വരുമ്പോൾ കഥക്കലതാണല്ലോ. ഓക്സിജൻ ഇങ്ങനെ കഥക്കലാണല്ലോ. ഓക്സിജൻ കൂടുതൽ വരുമ്പോൾ ആ ബുദ്ധിയുമായി ബന്ധപ്പെട്ട അവയവങ്ങളും പാർട്സുകളും നന്നായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ്, ചുരുങ്ങിയത് 7-8 മണിക്കൂർ ഉറങ്ങണം എന്നാണ്. പരീക്ഷൻ്റെ തലേന്നാൾ ഏകദേശം ഒക്കെ ഉറക്കൊഴിച്ചു, പിന്നെ സുബൈൻ്റെ ശേഷം ഉറക്കൊഴിച്ചു, എന്നിട്ട് കണ്ണും തിരുമ്പി പരീക്ഷയ്ക്ക് പോയി. ആ കുട്ടിക്ക് ലഭ്യമാകുന്ന മാർക്കിൻ്റെ ഇരട്ടിയെങ്കിലും
രാത്രി ഏകദേശം ഫുള്ള് ഉറങ്ങിയ കുട്ടിക്ക് കിട്ടും. കാരണം എന്താണെന്നറിയാമോ? നേരത്തെ ഞാൻ പറഞ്ഞു, ഷോർട്ട് മെമ്മറിയിൽ നിന്ന് ലോങ് മെമ്മറിയിലേക്ക് ഓർമ്മയെ നീക്കാനുള്ള ഒരൈഡിയ ആവർത്തനം. മറ്റൊന്ന്, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് നമ്മുടെ തലച്ചോറിൽ. ഓരോരുത്തരുടെ തലച്ചോറിലുള്ള ഞരമ്പ് മൊത്തം പറിച്ചെടുത്ത ഭൂമിനെ 3, 6, 7 വട്ടമൊക്കെ ചുറ്റുണ്ടാവുന്നതാണ് പഠനം. അത്രക്ക് തലച്ചോറിൻ്റെ ഉള്ളിൽ ഞരമ്പുകളുടെ ഒരു എന്താ പറയുക സംഘട്ടനോ സംഘർഷമൊക്കെയാണ്. അപ്പം അതിൽ വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിജ്ഞാനം അങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ ഞരമ്പുകൾക്ക് കൃത്യമായ വിശ്രമം ലഭ്യമാവണം. അതാണ് ഉറക്കവഴി കിട്ടുന്നത്. പരീക്ഷക്കാലത്ത് പ്രത്യേകിച്ചും 7-8 മണിക്കൂർ കുട്ടികൾ ഉറങ്ങിയിരിക്കണം. മൂന്നാമത്തേത്, നല്ല സ്വാത്വികമായ ഫുഡ് കൊടുക്കണം. സാത്വികമായ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കറിയിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന പാക്കുകളും പെട്ടികളും ഒക്കെ നിർത്തി ഒഴിവാക്കണം. പിന്നെ ബുദ്ധിയെയും ശരീരത്തിനെയും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഫുഡ് കൊടുക്കണം. ചെറുപയർ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അത് തന്നെ മുളപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത എപ്പോഴും ഈ സമൂഹം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തലേനാൾ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക, എന്നിട്ട് ഊറ്റി വെക്കുക. രാവിലെ ആകുമ്പോഴേക്ക് ചെറിയ മുള പൊട്ടിയിട്ടുണ്ടാകും. എല്ലാ സംഗതികളും മുളച്ചാൽ കൂടുതൽ ഇരട്ടിക്കും 10 ഇരട്ടിക്കും അപ്പുറം അതിലുള്ള എല്ലാ പോഷകങ്ങളും വർദ്ധിക്കുന്നതാണ്. ഒന്നൊഴികെ ഉരുളക്കിഴങ്ങ് മാത്രം മുളപ്പിച്ചത് തിന്നരുത്. മുള പൊട്ടിയാൽ അത് വലിച്ചെറിയണം, അതൊരു വിഷമായി മാറുന്നുള്ളതാണ്. ഉരുളക്കിഴങ്ങ് മാത്രം. മുളങ്ങനെ വന്നാൽ മുള ചെത്തിക്കളയാലും പറിച്ചിടലൊന്നുമല്ല. മൂലൊക്കെ കൂട്ടിച്ചിട്ട് ഇത്ര വള്ളിയായിട്ടുണ്ടാവും ഉരുളക്കിഴങ്ങ്, അതാണ് മുറിച്ചിട്ടിട്ട് വെക്കാൻ പാടില്ല. അത് മാത്രം. വെച്ച് രായി ആവട്ടെ, മുതിരാവട്ടെ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചെറുപയറാവട്ടെ, കടലയാവട്ടെ, വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് മുളപ്പിച്ചിട്ട് കൊടുക്കുന്നതോടുകൂടെ അതിലുള്ള എല്ലാ ഘടകങ്ങളും 10, 70, 80 ഒക്കെ ഇരട്ടിയായിട്ട് വർദ്ധിക്കും. ആവശ്യമായ പ്രോട്ടീനുകൾ കിട്ടണം. അത് മുട്ടയിൽ നിന്ന് കിട്ടും. ഈ മുട്ട തീരെ കഴിക്കൂല കുട്ടികൾ. അവർക്ക് ആവശ്യം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കുറേ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ട്. നല്ല കാറ്റ് കയറ്റിയിട്ട് 4 സാധനം ഉണ്ടാവും, 5 റുപ്യ. ഓരോ പീസിനൊക്കെ ചിലപ്പോൾ 1.5 റുപ്യ വില വരും. ഈ സാധനത്തിൻ്റെ പ്രത്യേകമായൊരു ടേസ്റ്റ് എന്തോ ഒരു കെമിക്കലാണ്. അത് കഴിച്ച് വായിലെത്തിയ കുട്ടിക്ക് പിന്നെ അത് കിട്ടിയേ തീരൂ എന്നുള്ള അവസ്ഥ വരും. ഇതിലൂടെ എങ്ങനെ ജീവിക്കുന്ന കുട്ടി സ്വാഭാവികമായും ആരോഗ്യരംഗത്ത് തോറ്റുപോകും. അപ്പം സ്വാത്വികമായ ഫുഡ് കൊടുക്കണം. വെള്ളം കുടിക്കൽ നിർബന്ധമായി നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പം തൊണ്ടവേദന പല ആളുകൾക്കും ഉണ്ടാവും. എങ്ങനെ പരിശോധിച്ചാലും മനസ്സിലാവില്ല. 2-3 ദിവസം നന്നായിട്ട് വെള്ളം കുടിച്ചാൽ തൊണ്ടവേദന മാറും. അതിൻ്റെ ബന്ധം എനിക്കറിയില്ല. ആ രംഗത്തൊരാളല്ലല്ലോ ഞാൻ. അപ്പം നമ്മുടെ ശരീരം നിലനിൽക്കാൻ ആവശ്യമായ ഊർജ്ജസ്വലത നിലനിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ് വെള്ളം. വെള്ളം ആവശ്യത്തിന് കുടിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ വെള്ളവും ഫുഡും നല്ല രീതിയിലാവണം. 4-മത്തെ ഒരു കാര്യം, പുതിയ കാലത്താണ് അതിന് കൂടുതൽ പ്രസക്തി. മൊബൈൽ അഡിക്ഷനിൽ നിന്ന് കുട്ടികളെ മാറ്റണം. ഉറങ്ങുന്ന സമയത്ത് പോലും മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നൊരു കാര്യം ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. 1 മണിക്കൂറിലേറെ ബ്ലൂ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും നമ്മുടെ തലൻ്റെ ഉള്ളിൽ. നമ്മളുറങ്ങും, കണ്ണൊക്കെ അടക്കും, ചിലപ്പോൾ കൂർക്കം വലിയൊക്കെ തുടങ്ങും. പക്ഷെ തലച്ചോറ് ഉണർന്നിരിക്കും. മൂപ്പർക്ക് ഉറങ്ങാൻ കഴിയണില്ല, അവിടെ ലൈറ്റ് എത്തുകയാണ്, ബ്ലൂ ലൈറ്റ്. അപ്പം നമ്മുടെ കുട്ടികളുടെ പഠിക്കുന്നിടത്തുനിന്ന് അടുത്തുനിന്ന് മാറ്റണം എന്നുള്ളതല്ല ഞാൻ പറയണത്. അവരെ ഇതിൽ നിന്ന് പതിയെ മാറ്റിയെടുക്കണം എന്നുള്ളത്. 5-മതായി, ഏറ്റവും അവസാനമായിട്ട് ഡെയിലി 2-2.5 മണിക്കൂർ പഠിക്കണം. അത് ഏറ്റവും നല്ലത് പ്രഭാത സമയത്തായിരിക്കണം. അല്ലാതെ പിടിച്ചിരുത്തി കുത്തി പഠിപ്പിക്കുന്നു, കുറേ അങ്ങനെ വായ്ത്താരി ചെല്ലുന്നു, ഉമ്മാൻ്റെ മുന്നിൽ നിന്ന് പോകുന്നതോടുകൂടെ ഒക്കെ മറന്നു വന്നു. ട്യൂഷൻ സെൻ്ററിലേക്ക് വിടുന്നു, ട്യൂഷൻ സെൻ്ററുകാരെ അടിച്ചു നിരത്തുന്നു. മൂപ്പർക്ക് ഇതൊക്കെ സമ്മതമാണ്. മദ്രസ ഉസ്താദന്മാർ വടിമ തൊട്ടാൽ പോക്സോ എന്ന് പറഞ്ഞ കേസ് വരും. ട്യൂഷൻ സെൻ്ററുകാർ എത്ര അടിച്ചാലും രക്ഷിതാവിനും കുഴപ്പമില്ല, കുട്ടികൾക്കും കുഴപ്പമില്ല. ഞാൻ എല്ലാ രീതിയെയും ആക്ഷേപിക്കല്ല. അപ്പം സ്കൂളിൽ നിന്ന് വൈകിട്ട് വരെ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതൊന്നും ആവർത്തിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത വിധം സ്കൂൾ വിട്ടു വന്നാൽ ഉടനെ അതേ ക്ലാസ്സൊക്കെ തന്നെ മാഷ് ട്യൂഷൻ സെൻ്ററിൽ നിന്ന് എടുക്കണം, ഏകദേശം 9 മണി വരെ. അപ്പം 2 കേട്ട് കുട്ടി പിന്നെ അങ്ങനെ വന്ന് പിറ്റേന്ന് സ്കൂളിൽ പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആവർത്തനമല്ല, നോട്ട്സ് തയ്യാറാക്കലില്ല, പിന്നെ എന്താണ് പറയുക, എഴുതി പഠിക്കലില്ല, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞേക്കാം. ഏറ്റവും നല്ലത് ശ്രദ്ധിച്ച് ഇത്തിരിയൊക്കെ ഒരു കഥയുള്ള ഉമ്മ ഉപ്പ
എല്ലാം അറിയണമെന്നൊന്നുമില്ല. ഇവൻ പഠിക്കണത് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ വീട്ടിലിരുത്തി പഠിപ്പിക്കലാണ് ഒന്ന്. രണ്ടാമത്തെ ഇതിൻ്റെ ധാർമ്മിക വശങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണ്ടേ. സ്കൂൾ വിട്ട് ഉടനെ ട്യൂഷന് പോകുന്ന കുട്ടി എപ്പോഴാണ് മഗ്‌രിബ് നിസ്കരിക്കണത്? എത്ര ട്യൂഷൻ സെൻ്ററിലാണ് അതിന് സൗകര്യമുള്ളത്? ആൺകുട്ടികളൊക്കെ ഇനി ചിലപ്പോൾ നല്ല ഇമ്മുള്ള കുട്ടികളെ അടുത്ത പള്ളിയിലൊക്കെ പോയിട്ട് സാറ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ നിസ്കരിച്ച് വരുന്നുണ്ടാവും. പല സാറന്മാർക്കും അത് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പെൺകുട്ടികൾ എന്താ ചെയ്യണത്? അള്ളാഹുവാണ് നമുക്ക് ബുദ്ധി നൽകിയത്, അള്ളാഹുവാണ് ഓർമ്മശക്തി നൽകുന്നത്. ഒരൊറ്റ നിമിഷം വേണ്ട, അതിൻ്റെ ലക്ഷത്തിലൊരംശം മതി നമ്മളെ തല ഫുള്ള് ബ്ലാങ്ക് ആവാൻ. റബ്ബുമായുള്ള ഈ ആത്മീയ കണക്ഷൻ ഒഴിവാക്കിയിട്ട് SSLC ആണെന്നും പറഞ്ഞ് ട്യൂഷന് വിട്ടിട്ട് മഗ്‌രിബി ഖളാ ചെയ്യുന്ന അല്ലെങ്കിൽ ഒഴിവാക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ബർക്കത്തുണ്ടാവാനാ ജീവിതത്തിൽ? വ്യാപകമാണിത്, നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ട്യൂഷന് വിടുന്നുണ്ടോ, ആദ്യം തന്നെ കരാറാവണം മഗ്‌രിബ് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന്. അല്ലാതെ എങ്ങനെ ഇത് മഗ്‌രിബി ഖളാക്കിയിട്ടോ അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടോ ട്യൂഷൻ നടത്തി? അതല്ലെങ്കിൽ അസർ ഒഴിവാക്കിയിട്ട് ട്യൂഷനോ? ചില കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് നേരം വൈകിട്ടുണ്ടാവും. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനും കൂടി ഒഴിവുണ്ടാവില്ല. കാരണം ട്യൂഷനിലൊന്നും ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി അടിയിട്ടു നേരം വൈകിട്ടുണ്ടെങ്കിൽ പിന്നെ അസറും കളയണം മിക്ക കുട്ടികളും. മഗ്‌രിബ് ഇല്ല എന്നുള്ളത് ഓക്കെ, അസർ മിക്ക കുട്ടികളും കളയുന്നു. ഇതല്ല വേണ്ടത്. ആരോഗ്യപരമായി നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് രാത്രി 9-10 മണി വരെയൊക്കെ ട്യൂഷൻ, 11 മണി വരെയൊക്കെ ട്യൂഷൻ, ചിലയിടത്ത് ഇപ്പം അങ്ങനെ ഉണ്ട്. എന്നിട്ട് അവിടെ തന്നെ കടന്നുറങ്ങുക. അതിൻ്റെ ധാർമ്മികത ഒക്കെ നമ്മൾ നല്ല ആലോചിക്കണം. ഒന്നും ഞാൻ വിശദീകരിക്കണില്ല. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒന്നിച്ച് ട്യൂഷൻ സെൻ്ററിൻ്റെ പരിമിതമായ സൗകര്യങ്ങളിൽ കടന്നുറങ്ങുക. എന്നിട്ട് നേരത്തെ എണീക്കുക. അതൊക്കെ വീട്ടിൽ നിന്ന് പറ്റുമല്ലോ. ഒരു 4 മണിക്ക് എഴുന്നേൽപ്പിച്ചാൽ എന്താ പ്രശ്നം? 9 മണിക്ക് കുട്ടി ഉറങ്ങുന്നു, 10, 11, 12, 1, 2, 3, 4. നമ്മൾ നേരത്തെ പറഞ്ഞ 7 മണിക്കൂറിലേക്ക് കൃത്യമായിട്ട് എത്തും. 4 മണിക്ക് എഴുന്നേൽപ്പിക്കുന്നു, ഉമ്മ സപ്പോർട്ട് ചെയ്യുന്നു, ചായ കൊടുക്കുന്നു, അവൻ ആവശ്യമുള്ള സംഗതികളൊക്കെ ചെയ്യുന്നു, ടോയ്ലറ്റിൽ പോകുന്നു, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നു. ഇത്തിരി നേരം യാസീനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓതിയിട്ട് നല്ല മനസ്സോടും നല്ല ആത്മാവോടും കൂടെ പഠനത്തിന് നിൽക്കുന്നു. പറമ കൊത്തിയതുപോലെ അവിടെ ഉണ്ടാവും പഠിച്ചത്. ആ സമയത്ത് എല്ലാവരും കടന്നുറങ്ങുകയാണ്. കാര്യം എന്താ? 11 മണി വരെ 12 മണി വരെ എല്ലാവരും ഉറങ്ങാതെ അന്തം വിട്ട് ഫോണിലും ടി വിയിലും കൂടിയതാണ്. അപ്പം പിന്നെ സുബൈൻ്റെ മുന്നേ എഴുന്നേൽക്കുക എന്നുള്ളത് നടക്കൂല. ആരോഗ്യപരമായ ജീവിതശൈലിയാണ് കുട്ടിയെ സംബന്ധിച്ച് ഞാനീ പറഞ്ഞ 5 പോയിന്റുകൾ. ആരോഗ്യപരമായ പഠനം. 1, നന്നായിട്ട് കളിക്കുക 1 മണിക്കൂറിലേറെ. ഏത് പരീക്ഷയാണെങ്കിലും തലേനാൾ SSLC പരീക്ഷൻ്റെ തലേനാൾ 1 മണിക്കൂർ ഓടി കളിക്കുക എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഞാൻ 3ാമത്തെ വട്ടമാണ് ഇത് പറയുന്നത് കേട്ടോ. നിങ്ങളത് ഉൾക്കൊള്ളുമോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും ആധുനികമായ ശാസ്ത്രമാണ് ഞാൻ പറയുന്നത്. രണ്ടാമതായിട്ട് 7 മണിക്കൂറെങ്കിലും വിശ്രമിക്കുക. SSLC പരീക്ഷൻ്റെ തലേനാളും നല്ല മനസ്സോടും എല്ലാ രീതിയിലും വിശ്രമം കിട്ടിയ ബുദ്ധിയോടും കൂടെ അങ്ങനെ പരീക്ഷയ്ക്ക് ചെല്ലണം. അപ്പൊ പണ്ട് ടീച്ചർ പറഞ്ഞ തന്നെ അങ്ങനെ ഓർമ്മാവും. നേരെ വെച്ച് രാത്രി 1 മണി വരെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ 3 മണിക്ക് ഉമ്മ കുലിക്ക് വിളിച്ചിട്ട് ബക്കറ്റിൽ കാലൊക്കെ വെച്ചിട്ട് തലയിൽ കൂടി വെള്ളം ഒഴിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ടീച്ചർ പറഞ്ഞിടം മുതൽ മൊത്തം ബ്ലാങ്കായിട്ട് ഇങ്ങനെ പരീക്ഷ ആൾ ചെല്ലും. ഇങ്ങനെ അങ്ങനെ 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 ഉണ്ടല്ലോ പരീക്ഷ ആളിൽ ഇങ്ങനെ ആയിരിക്കും അവിടെയുള്ള പരീക്ഷ ആൾ. ഇത് വിദ്യാർത്ഥിയെ തോൽപ്പിക്കും. 3ാമതായി ഞാൻ പറഞ്ഞു സാത്വികമായ ഫുഡ്. 4ാമതായി മൊബൈലിൽ നിന്ന് മാറി നിൽക്കൽ. 5ാമതായിട്ട് 2-2.5 മണിക്കൂറെങ്കിലും സ്വന്തം പഠിക്കാൻ സംവിധാനം ഏർപ്പെടുത്തൽ. സമ്മർദ്ദങ്ങളില്ലാതെ വടിയില്ലാതെ പഠിക്കടാന്ന് പറഞ്ഞിട്ട് മാഷോ ട്യൂഷൻ സെൻ്ററിലെ സാറോ ഉമ്മ ഒന്നും പറയാതെ നല്ല സമയത്ത് നല്ല ഒഴിഞ്ഞൊരു സ്ഥലത്ത്, അവിടെ മൊബൈലില്ല, കലാവർക്കുകളില്ല, കുട്ടി പഠിക്കാനിരിക്കണ മേശമ്മ തന്നെ സ്പൈഡർമാൻ ചാടണില്ല. അങ്ങനെയൊക്കെയുള്ളപ്പോൾ പുതിയ രീതി. കുട്ടി പിന്നെ അതിൻ്റെ കഥകൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ തൊള്ള ഇങ്ങനെ, എന്താ കാലിങ്ങനെ എന്ന്. ഇത്തരം ശല്യങ്ങളൊന്നുമില്ലാത്ത ശുദ്ധമായ അവസ്ഥയിൽ പഠിക്കാൻ നിൽക്കുക. 9ാമത്തെ ഒരു പോയിന്റ് സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളതാണ്. അത് സാറെ കാണേണ്ടി വരും, ചിലപ്പോൾ ജ്യേഷ്ഠനെ കാണേണ്ടി വരും, ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശദീകരണ ഗ്രന്ഥങ്ങൾ ആശ്രയിക്കേണ്ടി വരും. 10ാമത്തത് വളരെ ചുരുക്കി പറയാം, പോസിറ്റീവായ മനോഭാവം. ഇതിനപ്പുറമുള്ളത് ചാടി കടന്നിക്കണ് എന്നേക്കാൾ ബുദ്ധി കുറവുള്ളവർ, പിന്നെ എനിക്ക് എന്തുകൊണ്ട് സാധ്യമല്ല എന്നുള്ളൊരു വിചാരം ഇടക്കിടക്ക് വേണം. പിന്നെ ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണ്, പടച്ച റബ്ബിൻ്റെ സഹായം ഉണ്ടാവും. പടച്ച റബ്ബ് എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തൂല. അങ്ങനെ അലന്നഷ്റഹൊക്കെ ചൊല്ലി ഗാഫായ ഇൻസ്ഫാദൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പരീക്ഷ ഹാളിലേക്ക് പോയിട്ട് റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കണം, സമ്മർദ്ദങ്ങളില്ലാതെ. കാരണം റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഖുർആൻ ഓതിയിട്ടാണ് ഞാൻ വരുന്നത്. തഹജ്ജുദ് നിസ്കരിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്.
തീർച്ചയായിട്ടും പോസിറ്റീവായ എനർജി ഉണ്ടാവാൻ ഏറ്റവും നല്ല സംഗതിയാണ് വിശ്വാസം. അപ്പം ഞാൻ ജയിച്ചിരിക്കും എന്നൊരു ശുഭാപ്തിയിൽ പോകണം. എഴുതിയൊക്കെ ആയി എന്നറിയണ ചില ഈ PSCക്കൊക്കെ പോണ സംഗതി ഇല്ലേ, വെറുതെ ഇടങ്ങാറാക്കാൻ അന്ന് ബസ് യാത്ര ചെയ്യാനേ പറ്റൂല. അള്ളാൻ്റെ റബ്ബെ തിരക്കിയിട്ട് മനുഷ്യന്മാർ നീളം കൂടി പോകും. വെറുതെ മനുഷ്യനെ ശല്യപ്പെടുത്തരുത്. ഇങ്ങനെയാണ് PSCക്ക് വരുന്നതെങ്കിൽ അത്യാവശ്യമൊക്കെ നല്ല പഠിച്ചിരിക്കണം, ശുഭാപ്തി വിശ്വാസമുണ്ട്, റബ്ബ് എന്നെ ഉപേക്ഷിക്കൂല എന്നുള്ള ബോധമുണ്ട്. ആ രീതിയിലേക്ക് നമുക്ക് പറ്റുമെങ്കിൽ മാറണം. എന്നിട്ടാണ് പരീക്ഷയെ നമ്മൾ നേരിടേണ്ടത്. പഠനത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. വളരെ ചെറിയ സമയത്തിനുള്ളിൽ പരീക്ഷയെക്കുറിച്ച് കൂടെ നമുക്ക് പറയണം. ചോദ്യപേപ്പർ, അതിലുള്ള ഉത്തരം എഴുതി വെക്കൽ, ഇതാണ് കാലങ്ങളായി നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷാ രീതി. സത്യത്തിൽ ഓർമ്മനെയാണ് ഇവിടെ പരീക്ഷിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഓർമ്മനെയാണ് പരീക്ഷിക്കുന്നത്. ഓർമ്മ മാത്രമല്ല പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ബുദ്ധിയുള്ള കുട്ടിക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവണമെന്നില്ല. നല്ല ബുദ്ധിയുള്ള കുട്ടി, മഹല്ലി മാമിനെ കുറിച്ചൊക്കെ അങ്ങനെ പറയാറുണ്ട്, തീരെ ഓർമ്മയില്ല എന്നല്ല. മൂപ്പരാള് ഭയങ്കരമായ ബുദ്ധിമാനാണ്. പക്ഷെ അത് വെച്ചിട്ട് ഹിഫ്ളിൽ ഭയങ്കരമായ കഴിവിലേക്ക് എത്തണമെന്നില്ല. ചില കുട്ടികൾ നല്ല ബുദ്ധി ഉണ്ടാവും, ഇന്ന് ഓനെ ഹിഫ്ളാക്കാന്ന് കരുതും, ഉഴപ്പിപ്പോവും കുട്ടി. ഹിഫ്ളാവുക എന്നുള്ള ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ടല്ലോ ഇപ്പോഴത്തെ കാലത്ത്. ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ഹാഫിളാവണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. അങ്ങനത്തെ ഗുണപ്രദമല്ലാത്ത മോഹമൊന്നും ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഹാഫിളാവണേന് ശ്രേഷ്ഠതല്ലേ ഉണ്ട്. മോൻ ഹാഫിളായി കിട്ടിയ വലിയ സന്തോഷമല്ലേ, ആണ്, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഈ കുട്ടി ഹിഫ്ളിന് പറ്റുമോ എന്നുള്ളത് അത് സംബന്ധമായി വിജ്ഞാനമുള്ള എക്സ്പേർട്ടുകൾ പരിശോധിക്കണം. ആദ്യം തന്നെ ഹിഫ്ളാക്കണം നേർച്ചയാക്കി ഓനെ കൊണ്ടുപോയി എവിടെ ഒരു സ്ഥാപനത്തിൽ തള്ളിയിട്ടു. അങ്ങനെ കുട്ടി 2-3 കൊല്ലം ഉഴപ്പി, കുറേ തല്ലും കിട്ടി, അടിയും കിട്ടി, വഴക്കും കിട്ടി. അല്ലാതെ ഹിഫ്ളിലേക്ക് എത്താൻ മൂപ്പർക്ക് പറ്റിയില്ല. ഹിഫ്ളായാൽ തന്നെയും പിന്നെ SSLC എഴുതുമ്പോഴേക്ക് +2 എഴുതുമ്പോഴത്തേനും മുഴുവൻ മറന്നു പോകും. അപ്പോൾ അവിടുത്തെ മോന് ഹാഫിളായി, ഇപ്പുറത്തെ മോനും ഹാഫിളായി, ജ്യേഷ്ഠൻ്റെ മോനും ഹാഫിളായി, എൻ്റെതും ആവണം എന്നുള്ളതല്ല രീതി. എൻ്റെ മോൻ അതിന് പറ്റുമല്ലേ എന്നുള്ളത് ആലോചിക്കണം. ബുദ്ധി ഇല്ല എന്നല്ല ഞാൻ പറയണത്. ബുദ്ധി ഒരു ശേഷിയാണ്, ഹിഫ്ള് മറ്റൊരു ശേഷിയാണ്. പെൺകുട്ടികളൊക്കെ നോക്കുമ്പോൾ അവർക്ക് ഹിഫ്ളാക്കാനുള്ള സിദ്ധി കൂടുതലാണ്. അതുകൊണ്ടാണ് SSLC പരീക്ഷ വരെ പണ്ട് റാങ്ക് വരുന്ന കാലത്തൊക്കെ പെൺകുട്ടികളെ ഫോട്ടോ ഉണ്ടാവുക. അവിടെ നിന്നാണ് മാറിയിട്ട് ഒരു എൻജിനീയറിങ് മറ്റു തലത്തിലേക്ക് എത്തുമ്പോഴത്തേനും ഇങ്ങനെ രൂപം മാറും. പിന്നെ ആൺകുട്ടികളാണ് മികച്ചു നിൽക്കുക. പൊതുവെയാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടത്? ഈ കാണാതെ പഠിക്കുന്ന സിദ്ധി കൂടുതൽ അവർക്കാണ്, ഏകാഗ്രത അവർക്കാണ്, മറ്റു ശൂലമൊന്നും ഇല്ലാത്തതും അവർക്കാണ്. ആൺകുട്ടി പലജാതി പരിപാടിൻ്റെ ഇടയിലായിരിക്കും ഇതൊക്കെ നോക്കണം. അതുകൊണ്ട് ഹിഫ്ളിന് അവന് വലിയ കഴിവുണ്ടാവില്ല. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയണത്. ഹിഫ്ളൊന്ന് വേറെയാണ്, ബുദ്ധി ഒന്ന് വേറെയാണ്. അപ്പോൾ ഹാഫിളാക്കണം എന്നൊക്കെ മോഹം ഉണ്ടെങ്കിൽ അതിന് പറ്റുന്ന കുട്ടികളെ മാത്രം ആക്കുക. പിന്നെ അവർക്ക് അത് പറ്റും വിധം തന്നെയുള്ള, അത് തുടരാൻ പറ്റും വിധം തന്നെയുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തുക. അല്ലാതെ പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോൾ തിരൂർ ഭാഗത്തുനിന്ന് ഒരാൾ എന്നോട് ദ്വാരക്കണം കുട്ടി ഹാഫിളാവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്തോളൂ ഇൻഷാ അല്ലാഹ്, ആ സമയത്ത് നോക്കാലോ എന്നൊക്കെ പറഞ്ഞു. എല്ലാ ദ്വാരക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഏത് കോളേജിലാണ് പഠിക്കണമെന്ന് ചോദിച്ചു. അപ്പം എന്നോട് അറിയാം, അല്ല 3 വയസ്സാണ്. 3 വയസ്സാത്ര കുട്ടിക്ക്. അപ്പം ഹാഫിളാന്ന് ദ്വാരക്കണം. മൂപ്പർക്ക് വേറെ പരിപാടികളോ അക്ഷരം പടിയാണ് ദ്വാരക്കാനൊന്നും മൂപ്പർക്ക് വേണ്ട, ഹാഫിളാന്ന് ദ്വാരണം. അപ്പൊ ഇതൊരു ട്രെൻഡായിട്ടല്ല കൊണ്ടുവരേണ്ടത്. നമ്മുടെ പിള്ളേരുടെ, കുട്ടികളുടെ താല്പര്യവും അവരുടെ സിദ്ധിയൊക്കെ അനുസരിച്ചാണ് പോകേണ്ടത്. അപ്പോൾ നല്ല ശ്രദ്ധയോടുകൂടെ പരീക്ഷ ഹാളിലെത്തണം. ചോദ്യപേപ്പർ പരീക്ഷ തുടങ്ങിയ ഉടനെ തന്നെ, അപ്പം അങ്ങനെയാണല്ലോ, ഒരു കൂൾ ഓഫ് ടൈം ആണല്ലോ. ആ സമയത്ത് 10-15 മിനിറ്റ് എഴുതാനും ബേജാറ് കാണിക്കൊന്നും ചെയ്യാതെ സാവകാശം നമ്മളൊരു കഥ പുസ്തകമൊക്കെ കിട്ടിയാൽ അത് ആസ്വദിക്കണ മാതിരി, കുസുമം കിട്ടിയാലൊക്കെ ആസ്വദിക്കണ മാതിരി ചോദ്യപേപ്പർ ആസ്വദിക്കണം. ഒന്ന്. രണ്ടാമത്തത്, അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മുൻഗണന നൽകണം എന്നുള്ളതാണ്. ആദ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ സൈഡിൽ ശരിയിടാം. നമുക്ക് 100% ഉറപ്പുള്ള ചോദ്യങ്ങളൊക്കെ എങ്ങനെ, ആ ശരിയിട്ട ചോദ്യങ്ങൾ വേഗം വേഗം നല്ല വൃത്തിയിൽ എഴുതി വെച്ച് സമയം ബാക്കിയുള്ള ഇങ്ങനെ കളഞ്ഞ്, രണ്ടാമത്തെ ചോദ്യം നല്ലോണം കിട്ടണില്ല, ഇമ ആലോചിച്ച് നിന്ന് 15 മിനിറ്റ് നല്ലോണം അറിയണ ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ബാക്കിലുണ്ട്. ലാസ്റ്റ് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പരീക്ഷ കൊടുക്കേണ്ടി വരിക. എന്തൊരു ദുരന്താണിത്. അതുകൊണ്ടാണ് അറിയാവുന്ന ചോദ്യങ്ങൾ പെട്ടെന്ന് ഈ ആദ്യത്തെ കൂൾ ഓഫ് ടൈമിലുണ്ടല്ലോ, അപ്പൊ അറിയാവുന്ന ചോദ്യങ്ങൾക്കൊക്കെ ടിക്കിടുക. ആ സംഗതി വേഗം വേഗം വൃത്തിയിൽ എഴുതി വെക്കുക. മൂന്നാമതായി ചെയ്യേണ്ട സമയക്രമീകരണം. പരീക്ഷകളിൽ വാച്ച് ക്ലോക്ക് വേണം, നമ്മുടെ കുട്ടികളുടെ കയ്യിലും വാച്ച് വേണം. അപ്പൊ ഇത്ര ടൈമൊക്കെ ഇതിനെടുക്കണം.
പിന്നെ അവസാനം നോക്കാൻ ഇതൊക്കെ മൊത്തം നോക്കാൻ ഒരു 15 മിനിറ്റ് എനിക്ക് ആവശ്യമുണ്ട്. ആ രീതിയിൽ തന്നെ പോവുക. അങ്ങോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക, മറ്റവൻ എഴുതുന്നുണ്ട്, ഇപ്പുറത്ത് നോക്കി ഇങ്ങനെ നിൽക്കുക, മറ്റേ ആൾ എഴുതി കഴിഞ്ഞിട്ട് പേപ്പർ അഡീഷണൽ വാങ്ങുന്നുണ്ട്. ഈ ചില പരീക്ഷകളിലൊക്കെ അങ്ങനെയല്ല, സോഷ്യോളജിയൊക്കെ എത്രമാത്രം പേപ്പർ എഴുതുന്നത് അത് തൂക്കിയിട്ടാണ് മാർക്ക് ഇടാത്തത് അല്ലേ. അതുകൊണ്ടാണ് അതിന് സോഷ്യോളജിക്ക് കത്തിയോളജി എന്നൊരു പേരുണ്ട് കുട്ടികളുടെ ഇടയിൽ. അപ്പം അത് മറ്റേ ഇങ്ങനെ പേപ്പർ വാങ്ങിക്കൊണ്ടിരിക്കണ്ടേ, നമ്മളൊരു പേപ്പർ തന്നെ കഴിഞ്ഞിട്ടില്ലേ. അപ്പം ടൈം കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കണം പോകേണ്ടത്. മൂന്നാമത് ഉത്തരങ്ങൾ പോയിന്റ് ആയിട്ട് എഴുതണം, പ്രത്യേകിച്ച് ഹിസ്റ്ററി, സോഷ്യോളജി പോലത്തേതൊക്കെ. ഇപ്പോൾ കുടുംബത്തിൻ്റെ പ്രസക്തിയും സോഷ്യോളജിയിൽ ഒരു ചോദ്യം വന്നു, ആ കുടുംബത്തിന് നല്ല പ്രസക്തി ഉണ്ടെന്ന് എഴുതി വെച്ചുകൊണ്ട് സംഗതി നടക്കില്ല. പിന്നെ പോയിന്റ് ആയിട്ട് ഇങ്ങനെ എഴുതണം. ഈ വലിയ കൂടുതൽ എഴുതുന്ന പേപ്പറിലൊക്കെ ഉത്തരം നോക്കുന്ന ആളുകൾ ഈ സബ് ഹെഡിങ് കാര്യമായിട്ട് നോക്കന്നെ. അപ്പം ഇത്രയും സാധനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ മാർക്കിടും. നേരെ മറിച്ച് ഒരു ലേഖനം പോലെ നമ്മൾ ഫത്തുൽമീൻ്റെ ഒക്കെ മാതിരി പണ്ടത്തെ മാതിരി തുടക്കം മുതൽ ഒടുക്കം വരെ അങ്ങോട്ട് തുരുതുരായി എഴുതി വെച്ചാൽ അത് വായിക്കുന്നതിൽക്ക് ഭയങ്കരമായ മടുപ്പുണ്ടാവും. അപ്പം അതുകൊണ്ട് പോയിന്റ് ആയിട്ട് സബ് ടൈറ്റിലുകളായിട്ട് എഴുതണം. അഞ്ചാമതായി ചോദ്യ നമ്പർ കൃത്യമായി രേഖപ്പെടുത്തുക. നമ്മൾ ആലോചിച്ച് നോക്കുക, ഉത്തരം ഫുള്ള് എഴുതിയിരിക്കണം, പക്ഷെ ചോദ്യത്തിനൊന്നും നമ്പർ ഇട്ടിട്ടില്ല. എന്തായിരിക്കും മാർക്കിന്, എന്തായിരിക്കും റിസൾട്ട്? ആള് പീസാവും. അപ്പം ഇന്ന ചോദ്യത്തിന് ഇന്ന നമ്പർ എന്ന് കൃത്യമായിട്ടുള്ളത് അങ്ങനെ തന്നെ പരിഗണിച്ചെഴുതണം. പിന്നെ ഈ ചിത്രങ്ങളും ഡയഗ്രാമുകളൊക്കെ ഉപയോഗിക്കേണ്ട മാത്സ് പോലത്തെ സംഗതികളിൽ അത് അങ്ങനെ തന്നെ ഉപയോഗിക്കണം. മനസ്സിലുണ്ടായാൽ പോരാ, അത് വേണ്ട വിധം കൈകാര്യം ചെയ്യണം. വൃത്തിയും വ്യക്തതയും ജീവിതത്തിൽ ഉടനീളം വേണം. പരീക്ഷാ പേപ്പറിൽ എന്തായാലും വേണം. മലയാളം പേപ്പർ വായിച്ചെടുക്കണമെങ്കിൽ ആ മാർക്കിടുന്ന സാറിന് സംസ്കൃതം കൂടി അറിയണം എന്ന് വന്നാൽ വലിയ ബുദ്ധിമുട്ടാവും. കുട്ടി എഴുതിയത് മലയാളത്തിലാണ്, പക്ഷെ വായിക്കുമ്പോൾ സംസ്കൃതം തോന്നിപ്പോവും, പണ്ടത്തെ ആധാരത്തിൻ്റെ ഭാഷ. ആരെങ്കിലും ഒന്ന് നമ്മുടെ കുട്ടികളെ മലയാളം ഒന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ഒരു 10 വാക്ക് പറഞ്ഞിട്ട് അവരോടൊന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടോ? ചിരിച്ച് മണ്ണ് കപ്പും. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ടൈപ്പ് പഠനം നടത്തുന്ന കുട്ടികൾ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ, അവരോട് നമ്മളൊരു പേപ്പർ വായിച്ചു നോക്കുക. അധികം വിവരമൊന്നും വേണ്ട, മലയാള സാഹിത്യവും ഗ്രാമറൊന്നും അറിയണമെന്നൊന്നുമില്ല. ഞാൻ ഒരു പുസ്തകം വായിക്കാം, നീ അതൊന്ന് എഴുതുമെന്ന് പറയാം. അതിൻ്റെ ശേഷം നമ്മളൊരു 10 വരി വായിച്ചു കൊടുക്കുന്നു, കുട്ടി എഴുതണം. എന്നിട്ട് ആ സാധനവും നമ്മളതും കൂടി ഒന്ന് ചേർത്ത് വെച്ച് നോക്കണം. പടച്ച റബ്ബേ, ഈ ലിപി തന്നെ അവൻ എഴുതിയിട്ടുണ്ടാവുക. കാക്കൊക്കെ ഒന്നായിരിക്കും, ശ്വാസൊക്കെ ഒന്നായിരിക്കും. അപ്പൊ വൃത്തിയിലല്ലാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് നോക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും താല്പര്യക്കുറവ് വരും. പിന്നെ ചോദിച്ച കാര്യത്തിന് മാത്രം ഉത്തരം നൽകുക. അപ്പൊ ഈ ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താന്ന് മനസ്സിലാക്കണം. അത് സംബന്ധമായി ആ പാഠത്തിലെ കുറേ സംഗതി നമുക്ക് ഓർമ്മ ഉണ്ട്, അതൊക്കെ പാഠം എഴുതണം. അപ്പൊ മൂപ്പരാണ് പാഠത്തിന്റെ തുടക്കം മുതൽ ഇങ്ങനെ എഴുതി വന്നിരിക്കണം. ഉത്തരത്തിലേക്ക് എത്തുമ്പോഴത്തേന് ചോദ്യം നോക്കുന്ന ആൾക്ക്, ഉത്തരം നോക്കുന്ന ആൾക്ക് മടുപ്പ് വരും. അതുകൊണ്ട് ആ പോയിന്റ് മാത്രം എഴുതുക. പിന്നെ മാത്സിലൊക്കെ ആ സ്റ്റെപ്പുകൾ എഴുതണം. ഇപ്പോൾ ഒരു ഹരണം തന്നു കുറച്ച് ചെറിയ ക്ലാസ്സിൽ, ആ ഹരണം നമുക്ക് കിട്ടി, അതിൻ്റെ ഉത്തരം എഴുതി വെച്ചാൽ പോരാ. പിന്നെ എങ്ങനെ അത് വന്നു എന്നുള്ളത് ആ കൊക്കൊക്കെ വരച്ച് ഇപ്പുറത്ത് മറ്റേതിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് എടുത്ത് ഇതുവരെ എഴുതിയത് 2 വട്ടം 3 വട്ടം വായിച്ചു നോക്കണം. ചിലയിടത്ത് തിരുത്തേണ്ടി വരും, ചിലയിടത്ത് ആഡ് ചെയ്യേണ്ടി വരും, ചിലയിടത്ത് വെട്ടേണ്ടി വരും. ഈ വെട്ടണൊക്കെ ഒന്നുണ്ടെങ്കിൽ പേന ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയുള്ള രീതിയൊക്കെ മാറ്റും. ഒരൊറ്റ വരടുക, ഇത് തെറ്റിക്കണെന്ന് സാറിന് മനസ്സിലായാൽ മതി. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വൃത്തിയൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഉടനീളം പരിശുദ്ധ ഇസ്ലാം പാലിക്കാൻ പറഞ്ഞത് ഈ പോയിന്റുകൾ മൊത്തം. ഞാൻ അതിൻ്റെ ആയത്തും ഹദീസൊന്നും ഓതണില്ല, സമയമില്ലാത്തതുകൊണ്ട്. വൃത്തിവെടുപ്പ്, ശ്രദ്ധ, നമ്മൾ പറഞ്ഞ സംഗതികൾ എന്താണ്? സൂക്ഷ്മമായ പരിശോധന. പിന്നെ ചോദിച്ച കാര്യത്തിന് മാത്രം ഉത്തരം നൽകുക. എന്ന് പറയൽ ഇസ്ലാമിൻ്റെ ഒരു രീതിയാണോ? അത്യാവശ്യം മാത്രം. പിന്നെ കൃത്യമായി ചോദ്യ നമ്പർ രേഖപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിൽ മൊത്തം പാലിക്കേണ്ടതാണ്. പരീക്ഷയിൽ ചോദ്യ നമ്പർ ഉണ്ടാവും, ജീവിതത്തിൽ മറ്റു കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ കൃത്യമായ രീതിയിൽ പഠനം നടത്തുക. പിന്നെ സമയം ക്രമീകരിക്കുക, അറിയാവുന്ന കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. ഇതൊക്കെ ദീനിൽ തന്നെ പാലിക്കപ്പെടേണ്ട സംഗതികളാണ്. അത് പരീക്ഷയിലേക്കാണ് മാറ്റുമ്പോൾ പരീക്ഷ കുട്ടി ജയിക്കും, ജീവിതത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മളെല്ലാവരും ജയിക്കും. പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ ഇനി കുട്ടികൾ അഭിമുഖീകരിക്കുന്നത്. ഒന്ന്, പരീക്ഷ പേടിയാണ്. ആദ്യമേ പരീക്ഷ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. പിന്നെ അള്ളാഹുവിലേക്കുള്ള വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം.
പറ്റുമെങ്കിൽ വല്ല തങ്ങന്മാർ ഉസ്താമാരെടുത്ത് കുടിച്ച് കൊണ്ടുപോയിട്ട് ഈ സീരിയസ് ആയ പരീക്ഷയ്ക്കൊക്കെ ഒന്ന് മന്ത്രിച്ച് ചോദി കൊണ്ടുവന്ന് മൂപ്പരോട് എന്തെങ്കിലും ഒരു ഫാത്തിഹയൊക്കെ ഓതാൻ പറഞ്ഞിട്ട് അത് കുട്ടിയിൽ വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാക്കും. സ്വാഭാവികമായും പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് മനസ്സിന് ഷിഫ ഉണ്ടാകും, ശരീരത്തിന് ഷിഫ ഉണ്ടാകും. അവസാന നിമിഷത്തെ ഈ പഠിക്കുന്നത് പരീക്ഷ പേടി കുറക്കാനുള്ളൊരു പരിപാടിയാണ്. ഈ അവസാന നിമിഷത്തെ ഈ പരപരാ ഓട്ടമുണ്ടല്ലോ, അത് ഒഴിവാക്കുക. സുബൈക്ക് നിസ്കരിച്ചിട്ട് കാര്യങ്ങളൊക്കെ നോക്കട്ടോ എന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് വിടുക. പോകുന്ന സമയത്ത് വണ്ടിയോടെ ഓണടിക്കുന്ന സമയത്ത് ഒന്നൊരു പിടിച്ചിട്ട് ഇതൊന്നും കൂടിയിട്ട് പറഞ്ഞാന്നൊക്കെ പറയണം. അവസാനത്തെ സമ്മർദ്ദം ചെലുത്തലുണ്ടല്ലോ, അത് ഒഴിവാക്കുക. പിന്നെ ശ്വസന വ്യായാമം എന്ന് പറഞ്ഞ സാധനമുണ്ട്. വ്യായാമം, നമ്മൾ എക്സസൈസ്, അത് ബുദ്ധി കൂടാനുള്ളൊരു സംഗതിയാണ്. അതൊരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ പഠിക്കേണ്ടതാണ്. പിന്നെ പോസിറ്റീവായ സെൽഫ് ടോക്ക്, നമ്മൾ സ്വന്തം തന്നെ പറയാം. പഠിച്ചതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വെക്കുക. എന്നിട്ട് നമ്മൾ തന്നെ നമ്മളോട് സംസാരിക്കുക. എന്താടാ എങ്ങനെ അത് മറന്നുപോയത്, ഇനി മറക്കാൻ പാടില്ല കേട്ടോ. പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ 2-3 വട്ടം ആവർത്തിക്കുമ്പോഴേക്കും അത് ഉറച്ചു കിട്ടും. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. അത് പരീക്ഷകളിലേക്ക് തന്നെ കൊണ്ടുപോണ്ടി വരും. അനുവദിക്കുന്ന പരീക്ഷകളിൽ മുൻപുള്ള തയ്യാറെടുപ്പ് കൃത്യമായി നടത്തുക. പിന്നെ ഈ ഓർമ്മശക്തി നിലനിൽക്കാനുള്ള ഒരു സാധനമാണ് ഫൈൻമാൻ ടെക്നിക്ക്. അത് ചെറിയ കുട്ടികളോട് ക്ലാസ് എടുക്കുന്നത് പോലെ നമ്മളെ പഠിച്ച കാര്യങ്ങൾ ആവർത്തിക്കുക എന്നുള്ള അതിൻ്റെ ഒന്നാമത്തത്. രണ്ടാമത്തത് സൂത്രവാക്യങ്ങൾ ഉപയോഗിക്കുക എന്നാണ്. നമുക്കറിയാലോ, ഈ നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന വെബ്ജിയോറുണ്ട്. എന്താ കാര്യം? ആ നിറങ്ങളുടെ എണ്ണം മൊത്തം അങ്ങനെ എണ്ണി പഠിച്ചാൽ കിട്ടൂല. നേരെ മറിച്ച് വെബ്ജിയോർ ആണെങ്കിൽ വി എന്ത്, ഐ എന്ത്, ബി എന്ത് എന്ന് മനസ്സിലാകുമ്പോൾ പെട്ടെന്ന് കിട്ടും. മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതെങ്ങനെയാണ്? ഈ നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ സങ്കല്പിക്കുന്ന ഒരു രീതിയാണ്. ഇങ്ങനെ വിദ്യാർത്ഥികൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ആപേക്ഷികതാ സിദ്ധാന്തം, അത് സെൻറ്ററിൽ സങ്കല്പിച്ചിട്ട് അവിടുന്ന് ഓരോന്ന് പോയിൻ്റായിട്ട് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുക. പിന്നെ അതിൻ്റെ ഉപഘടകങ്ങൾ സങ്കല്പിക്കുക. ഈ ഒരു ചിത്രം മനസ്സിൽ എപ്പോഴും നിൽക്കും എന്നുള്ളതാണ്. ഇതുപോലെയുള്ള ഉറക്കിൻ്റെ മുമ്പുള്ള ഒരു റിവിഷൻ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉറങ്ങണതിൻ്റെ മുമ്പ് ബെഡിലിരുന്നാലും വേണ്ടില്ല, ബെഡിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായാലും വേണ്ടില്ല, ഇന്ന് ഞാൻ എന്തൊക്കെ പഠിച്ചത് എന്ന് ഓർക്കുക. ആ പഠിച്ച കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒക്കെ സന്തോഷമുണ്ട്. നമ്മുടെ മനസ്സിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. 1-2 കിട്ടാതായി, 2 കിട്ടാത്തുള്ളൂ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ഉഷാറെന്നേന്ന് കരുതണം. അങ്ങനെ വരുമ്പോൾ മറവി കുറഞ്ഞു വരും. നമ്മളൊക്കെ രീതി എന്താണെന്ന് അറിയുള്ളൂ. ഒരു സാധനം മറന്നു, നമ്മൾ ഈ പഞ്ചായത്തേക്ക് എന്തോ ഒരു അപേക്ഷ കൊടുക്കാൻ പോവുമായിരുന്നു. അപ്പം നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ കൊടുക്കേണ്ട ഫയൽ എടുത്തിട്ടില്ല. ഒരു കുരുത്തം കട്ടൻ, എന്തിനാ എന്നെ പറ്റുക, എൻ്റെ മനസ്സിൽ ഒന്നും നിൽക്കൂലല്ല പടച്ചോനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കും. സത്യത്തിൽ മനസ്സിന് പോസിറ്റീവായ എനർജി കൊടുക്കണം. എങ്ങനെ? അല്ല, ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ എന്നെ ഓർമ്മ ഉണ്ടായല്ല, ഞാൻ തിരക്കടില്ല എന്നുള്ള രീതിയിലേക്ക് പോകണം. ഈ ഭാഗത്തിലൊക്കെ തിരക്കടില്ല എന്നല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ഫയലും ഉമ്മരത്തുനിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഓർമ്മ വരും. അതാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഫയലായിട്ട് പോവാണ്, എറണാകുളത്തുനിന്ന് ഓർമ്മ ഒന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പം മനസ്സിലാക്കണം, കൊല്ലത്തെത്തിയില്ലല്ലോ, ഞാൻ തിരക്കടില്ലട്ടാ, കൊല്ലത്തെത്തിയില്ല. കൊല്ലത്തെത്തി എന്താ ചെയ്യാ? അങ്ങനെ പോസിറ്റീവായി മനസ്സിനെ സപ്പോർട്ട് ചെയ്ത് ഈ ഓർമ്മക്കുറവിൻ്റെ സംഗതികൾ കുറഞ്ഞു വരും. അപ്പം നമ്മൾ വിദ്യാർത്ഥികൾ ഉറക്കുന്നതിൻ്റെ മുമ്പ് അന്ന് പഠിച്ചൊക്കെ ഒന്ന് ഓർക്കുക. അപ്പോൾ ഒരു 10 പഠിച്ചെന്ന് ഒരു 7 മനസ്സിലുണ്ട്, അൽഹംദുലില്ലാ 3 മറന്നുള്ളൂ. അങ്ങനെ കടന്നുറങ്ങുക. പിറ്റേന്ന് ആദ്യം ആ മറന്നുപോയത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇതൊക്കെ സത്യം പറഞ്ഞാൽ വിദ്യാർത്ഥികളോട് മാത്രം പറയാനുള്ളത്. എന്തിനാ ഞങ്ങളോട് പറയണമെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? 1, നിങ്ങളിതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. 2, ജീവിതത്തിൽ നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു അറിയാത്ത സലാത്ത് പഠിക്കുന്നു, അസ്സലാത്തു അൽ ഗസ്നവിയ, ഇത് അവിടെയൊക്കെ പ്രയോഗിക്കണം. നമുക്ക് ഇതുവരെ വാക്യ അറിയില്ല, അസ്മാഉൽ ഹുസ്ന അറിയില്ല, ഒന്ന് പഠിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പം എന്താ ചെയ്യുക? ഈ പോയിന്റുകൾ അവിടെയൊക്കെ ശ്രദ്ധിക്കണം. മൻ അഹ്സാഹ ദഖലൽ ജന്ന എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചാൽ സ്വർഗത്തിൽ കയറും. നബി തങ്ങൾ വിശദീകരിച്ച എന്താണെന്നറിയോ? കാണാതെ പഠിച്ചാൽ തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന്. വേറെ കുറേ ആളുകളുണ്ട് അതിൻ്റെ പ്രയോഗം തിരിഞ്ഞാൽ അതനുസരിച്ചുള്ള ജീവിത ക്രമീകരണത്തിലേക്ക് എത്തിയാൽ എന്നൊക്കെ പറയണത്. നബി തങ്ങൾ നമ്മളെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്നു. കാണാതെ പഠിച്ചാൽ, അപ്പോൾ കാണാതെ പഠിക്കണത് അതിന് ഹിക്മത്തൊക്കെ ഉപയോഗപ്പെടുത്തണം. ഇപ്പം എന്തിനാ ഞങ്ങളോട് പറഞ്ഞു എന്നുള്ളതിന് ഉത്തരമായില്ലേ? അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ ജീവിതത്തിലുടനീളം എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും പടച്ച റബ്ബ് സമ്പൂർണ്ണമായ വിജയം നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.